അപ്കമിങ് എന്ന് കാണിക്കുന്നത് ഒന്നല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഓക്കെ സ്പാം ചെയ്താ. സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ ഒന്ന് സ്പാം ചെയ്യൂ. ചെക്ക് 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 ചെക്ക്. ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ്. ഓക്കെ 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 സൗണ്ട് ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിവിടെ മലപ്പുറത്തുള്ളത്. നോർമൽ സ്ട്രീം മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരാള്. ഇത് സംഭവം എന്താ വെച്ചാൽ ഇവിടെ വണ്ടി ഇവിടെ സൈഡ് ആയിക്കോ, നമുക്ക് നടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മലപ്പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം എടാ ആരെങ്കിലും ഒരാൾ ക്യാമറ ഓടിക്കോ. ക്യാമറ ഓടിക്കാൻ എനിബഡി? എനിബഡി? ആൽബിൻ ബ്രദർ. ആൽബിൻ ക്യാമറ ഓടിച്ചോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ മലപ്പുറത്ത് ഇന്നലെ ഒരു പരിപാടിക്ക് വന്നിരുന്നു. പിന്നെ തിരിച്ചു പോയിട്ടില്ല. പിന്നെ ഷെയ്ഖിന്റെ വീട്ടിൽ പോയി ഷെയ്ഖിന്റെ ഉപ്പാന്റെ എല്ലാം ചുമ്മാ ഉണ്ടാക്കിയ നല്ല ബീഫ് കറിയും നെയ്പ്പത്തലെല്ലാം തിന്ന് അവിടെ തന്നെ കൂടി. പിന്നെ ഇന്ന് തിരിച്ചു പോകാൻ ചോദിച്ചാൽ പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ തന്നെ ആയിപ്പോയി. നോർമൽ സ്ട്രീം ഇടാന്ന് വെച്ചാൽ PC ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ ഷെയ്ഖിന്റെ PC അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ലൈവ് ഇടാൻ പറ്റൂല. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ മലപ്പുറത്ത് വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇപ്പൊ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ പണ്ടെൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. പണ്ട് അതായത് ഒരു 10 കൊല്ലം മുന്നേ ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, നീയെല്ലാം വരുന്നതിന് മുന്നേ, അതായത് പണ്ട് വളരെ പണ്ട് എനക്ക് ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. ഒരു പെരിന്തൽമണ്ണക്കാരൻ, ഒരു മലപ്പുറത്ത് എനിക്ക് ഒരേ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അറിയില്ല. അപ്പം ഓനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചങ്ങായി പെരിന്തൽമണ്ണ ഉണ്ടായിട്ടുണ്ട്. യൂനിസ് എന്ന പേര്. ചില ആൾക്കാർക്ക് അറിയാം. ഞാൻ പണ്ടൊരു ലൈവിൽ ഒരു 1-2 കൊല്ലം മുന്നേ ഉള്ള ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഇതുവരെ ആരും കണ്ടില്ല ചങ്ങായിനെ. ഇതാണ് യൂനിസ്. ആ സമയത്ത് എടാ നീ കുറെ ഇമോഷണൽ ഡയലോഗ് അടിക്കല്ലേ, ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നല്ല സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞ. അതായത് ആ ടൈം ഞാൻ ഫുൾ ടൈം വീട്ടിലിരിക്കലാന്നല്ലോ, പുറത്തിറങ്ങല്ല. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കൂടെയാണ് യൂനിസിനെ പരിചയപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞ എന്നാ ആ ടൈം ഇവനും ആരും ഇല്ലാന്ന് തോന്നി. ഇവനും ആരുമില്ല, ഇവനും ഓൺലി ഞാനും ഓൺലി, നമ്മൾ രണ്ടാളും ലൂസേഴ്സ് ആ ടൈം. എന്നിട്ട് ഒരു പണിയില്ല. എന്നിട്ട് അന്നേ നിനക്ക് കുറച്ച് വയസ്സുണ്ടെന്ന് തോന്നല്ലേ? അന്നേ ഇവര് ഒരു 10 വയസ്സുണ്ട് എനിക്ക്. അന്ന് ഞാൻ ചെക്കനാ. 3 വയസ്സൊന്നല്ല, ഞാൻ 8ാം ക്ലാസ്സും നീ +2 അങ്ങനെ എന്തോ. നല്ല ചെറുപ്പത്തിലാണ് കാണാൻ മുന്നേ. എന്നിട്ട് ഇവൻ പറയും പണ്ട് എന്നിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കല്, കൊറേ ഗ്രൂപ്പില് ഗ്രൂപ്പിൽ പോയിട്ട് FFC എന്തെല്ലാം അടി ഉണ്ടാക്കല്, അവളെ പരിപാടി. ഇവ എന്നോട് ദിവസം പറയാം നമുക്ക് ട്രിപ്പ് പോയാലും ഇവന് ഇതുവരെ ട്രിപ്പ് പോയില്ല, ഞാനും ഇതുവരെ ട്രിപ്പ് പോയില്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വീട്ടിൽ നിന്ന് ആരോടും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടി. ഒളിച്ചോടുന്ന പോലെ ഓടി. ഇവനെ ഒന്നിച്ച് ഒളിച്ചോടുന്ന പോലെ ഓടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനില്. എന്നിട്ടാണ് നമ്മൾ എങ്ങോട്ടാ പോയ? ബാംഗ്ലൂര് നമ്മള് പോയി. അല്ല, ചെന്നൈ പോയില്ലേ നമ്മള്? ട്രിവാൻഡ്രം. ആദ്യം ബാംഗ്ലൂർ പോയി, പിന്നെ നമ്മള് മൈസൂർ കൈക്കൂലി ചോർമ്മ 10,000 രൂപ. അയ്യോ, കഥകളുണ്ട് നമ്മളെ മൈസൂർ. നമ്മളെ കയ്യില് പൈസ ഇല്ല, ആകെ പേഴ്സിൽ ഒരു 300 റുപ്യ ഉണ്ടാവും അല്ലെ? 300 റുപ്യ 200 റുപ്യ പേഴ്സിലുണ്ടാവും. അതും കൊണ്ട് മൈസൂരിലും പോയി എവിടെല്ലോ കടത്തുള്ളതെല്ലാം കടന്ന് ഉറങ്ങിയല്. ഇതെല്ലാം പരിപാടി മൊത്തം ട്രിപ്പ് ആയിരുന്നു. പക്ഷെ ഫണ്ട് ഷോർട്ടായിരുന്നു. നീ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞില്ല, രണ്ടാളും ദരിദ്രവാസികളായിരുന്നു. അതാ സംഭവം, ഇപ്പോഴും മറക്കൂല അവസ്ഥ. അതെ. പിന്നെ ആ ടൈം ഇവൻ ഗൾഫിൽ പോയി, ഇവൻ പൈസക്കാരനായി തോന്നി. ഇപ്പൊ പൈസക്കാരനായോ എനിക്ക് അറിയില്ല. നമ്മൾ കുറെ കാലം 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാ ആ ടൈം ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് പോയി. ഞാൻ പിന്നെ അവിടെ പോയിട്ട് രാവിലെ വീട്ടിൽ തന്നെ ഇരുന്ന് ഗെയിം കളിയും കാര്യങ്ങളെല്ലാം ആയി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ അന്നത്തെ വെച്ച് നോക്കുമ്പോ അല്ല, എന്താ മാറ്റം? എനക്കെന്താ മാറ്റം? എനക്കും അറിയണം അത്. അന്ന് നമുക്കറിയണ ഞാൻ തന്നെ ഒന്നുള്ളത്. മാറ്റം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു പോകും. ആ ഒരു കൺസെപ്റ്റാണ്. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിന്നെല്ലാം ഉണ്ടല്ലോടാ വിശ്വസിച്ച. ഇവ ഫസ്റ്റ് ആ തൊപ്പിയായിരുന്ന സ്റ്റാർട്ടിങ്ങിൽ സമയത്ത് ഇവന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു. ഞങ്ങള്
അപ്പൊ ഇവൻ ആ ഒരു തെറി ഇറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ തന്നെ നമ്മള് ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ എന്നും ഇങ്ങനത്തെ ഞാൻ പറയലുണ്ട്, ആളാ ഒരു ലൈവ് വരുമ്പോ മാത്രമേ ഉള്ളൂ, ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ആള് വേറെ അതാന്നുള്ളത്. ഇപ്പോഴും വെച്ചിട്ട് ആളെ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ അപ്പൊ നമ്മള് ഇന്നൊരു ഷോർട്ട് സ്ട്രീമാണ്. നമ്മള് ചുമ്മാ ഇട്ടത്. കുറെ ആൾക്കാർ എന്തെല്ലോ പറയുന്നുണ്ട്, 1v1 പറയുന്നുണ്ട്. പെരിന്തൽമണ്ണ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ബൈപ്പാസ്. ഇതൊരു ഷോർട്ട് സ്ട്രീമാണ്. ഞാൻ പറയുന്നത് വെച്ചാല് ജസ്റ്റ് നമ്മൾ പെരിന്തൽമണ്ണയിൽ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ടർഫുണ്ട്, ചിലപ്പോൾ നമ്മൾ പോയി ഫുട്ബോൾ കളിക്കും. ഓക്കെ, വേറെ അഖിൽ നോക്കണം. അഖിൽ വീട്ടിൽ, അഖിലിപ്പം വർക്ക് ഫ്രം ഹോം വന്നു. അഖിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അയക്കും. അതാണ് അഖിലിൻ്റെ പരിപാടി. സായിപ്പോപ്പി 1v1 എടാ ഇപ്പൊ എങ്ങനെയാ ഞാൻ 1v1 കളിക്കും? ഇവിടെ ഇരുന്ന് 1v1 കളിക്കണം. ഞാൻ തിരിച്ചെത്തട്ടെ, ഞാൻ വീട്ടിലെത്തട്ടെ. ഞാൻ എത്ര ദിവസമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ നാളെ തിരിച്ചെത്തും. നീ വണ്ടി എടുത്ത് മാറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്തരാം. അല്ല, ഇവിടെ വേറെ ലൈവ് പോകുന്നുണ്ട്. ആര്? അപ്പൊ ഞാന് ഷിക്കൂറിന്റെ ലൈവ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ ലൈവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ മതി മതി ലൈവ്. നീ എനിക്ക് വേണ്ടി ലൈവ് കട്ട് സെൽഫി എടുക്കാൻ പോയാ? പിന്നെ ഇന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, കാണാം. ഞാൻ പറഞ്ഞ ഓക്കെ ഗൈസ്. അപ്പൊ ഇന്ന് പെരിന്തൽമണ്ണ IR നമ്മൾ ചെയ്യാൻ പോകുന്നത്. പെരിന്തൽമണ്ണയില് എനിക്കൊന്ന് പെരിന്തൽമണ്ണയിൽ അടുത്ത 22-ാം 21-ാം ഞാൻ വരുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ഇനോഗ്രേഷൻ, എന്തോ ഒരു കാര്യം പറഞ്ഞ് ഏജൻസി പറഞ്ഞു. എന്താന്ന് ഞാൻ മറന്നുപോയി. ആ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ കൊച്ചിയും കോഴിക്കോടൊന്നും പോയല്ല കേട്ടാ. ഇവിടെയുള്ള എല്ലാം വലുതാണ് കേട്ടാ. ഇവിടെയുള്ള മൈജി എത്ര വലുതാന്ന് കണ്ടിട്ടാ. ഞാൻ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ ടൗണാന്നുള്ള എന്റെ മൈൻഡിലില്ല കേട്ടാ. ആരും പറയല. അത് ഡബ്ല്യു പെരിന്തൽമണ്ണ. എനിക്കറിയില്ല ഇവിടെ ഇതാന്ന് പെരിന്തൽമണ്ണ. ഇങ്ങനെ പെരിന്തൽമണ്ണ നടക്കില്ല. പെരിന്തൽമണ്ണ കൊച്ചി ടൗണിനൊക്കെ ഇതുണ്ടല്ലോ. അത്രക്കും ലൈറ്റും കാര്യങ്ങളും അല്ല. ബിൽഡിങ്സ് എല്ലാം ഭയങ്കര വലുതല്ല. കൊള്ളാം എന്തായാലും. കൊള്ളാം. മീറ്റ് അനാൻസ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോയിട്ട് ലൈവും കൊണ്ട് അവനെ വീട്ടിലേക്ക് കയറി പോകാനൊന്നും പറ്റില്ല. ഇതിനെല്ലാം ആദ്യം ഒരു അപ്പോയിന്റ്മെന്റ് എല്ലാം ആക്കണം. മനസ്സിലാവും? ഉപ്പിലിട്ട് വന്നാലോ? മീറ്റ് അനാൻസ്, ഇതെല്ലാരും മീറ്റ് അനാൻസ് എന്നാണ് പറയുന്നത്. അവിടെ മുത്ത അങ്ങനെ ഫാമിലി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇതെന്താ ഇത് ടർഫ് ആണോ? മീറ്റ് അനീഷിനെ വേണേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അല്ല, അനീഷ് മലപ്പുറം അല്ല. അനീഷിന് നാടെവിടെയാ? ഞാനൊരു കാര്യം പറട്ടെ. അനീഷ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടോ എനിക്ക് ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല കേട്ടോ. എപ്പം ഒരു ദിവസം കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം. പിന്നെ വേറെ അനീഷ് അഥവാ നമ്മളെ ലൈവിലേക്ക് വരുവാണെങ്കിൽ ആൾക്കാർ എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ടോ? ഇതോ ഹലോ, ഇതാ നമ്മൾ എന്ത് എവിടെ കൗണ്ടോ? എന്താ? യൂട്യൂബിലെ യൂട്യൂബിലല്ലേ ചോദിക്കുന്നത്. അപ്പൊ എനിവേസ് ഗൈസ്, നൈറ്റ് ലൈവ് ഉണ്ടോന്നാ? ഇതാണ് നൈറ്റ് ലൈവ് ഉണ്ടോന്നാ? ഇതാണ് നൈറ്റിലെ ലൈവ്. വേറെ ലൈവ് ചെയ്യണോ? തൃശ്ശൂർ. അനീഷ് തൃശ്ശൂരല്ല. അതാ അനീഷിന്റെ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരുന്ന. അഥവാ അതിന് അനീഷ് നമ്മളെ ലൈവിൽ വന്നാലും ആൾക്കാരെന്താ അറിയോ? ഇത് PR ഞാൻ. ഹായ്, സുഖല്ലേ? താങ്ക് യു. ആണോ? എടുക്കാം എടുത്തോ. ഓക്കെ അല്ലേ? ശരി. ഡബ്ല്യു ക്യാമറാമാൻ എന്ന് പറഞ്ഞേ. ക്യാമറാമാൻ പുതിയ ആളാണ്, മുഖം കാണിക്കാൻ പറ്റില്ല. പുതിയ ആളാ. ഹായ്.
പിന്നെന്താ പറയുക ചാരെന്താ പറയുക സൗണ്ട് ലാഗ് ഉണ്ടോ? ഒന്ന് നോക്കിയാൽ ആർക്കും ചെക്ക് ചെയ്ത സൗണ്ട് ലാഗ് ചെക്ക് ചെയ്ത. അപ്പൊ ഇതാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഡോവിയോ. മലപ്പുറം മൊത്തം ഇങ്ങനെയാണോ? ഇതാണോ വൈബ്? എനക്കൊന്ന് നമ്മളെ ഫസ്റ്റത്തെ മലപ്പുറത്തെ IRL ഫസ്റ്റത്തെ ഇന്നാന്ന് തോന്നുന്നു അല്ലേ? അല്ല നമ്മള് മറ്റേ ഇതിന് ഇനോഗ്രേഷന് പോയത് IRL നമ്മൾ വ്ളോഗ് എടുത്തത് മലപ്പുറം. IRL നമ്മൾ ആദ്യമായിട്ടുണ്ട്, ലൈവ് ആദ്യമായിട്ടുണ്ട്. ബഫറിങ്ങോ ഭയങ്കര ചിലപ്പ് വരുന്ന പോലെ ഉണ്ട്. അപ്പൊ മലപ്പുറം IRL കൊളായിട്ടുണ്ട്. നമ്മൾ IRL എല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. അതിന്റെ റേഞ്ചിന്റെ സീനും അവസ്ഥ ഇത് ഫുൾ റേഞ്ച് കിട്ടുന്നില്ല. എന്നാ ഇത് ഉറക്ക്, ബിറ്റ് റേറ്റ് ഉറക്കി. ഓക്കെ അല്ലേ? നടക്കാം. മീറ്റ് യാസീൻ, മീറ്റ് ശുക്കൂർ. ഇതെന്താ പറയുന്ന ചാറ്റ്? മീറ്റ് ശുക്കൂർ എന്നല്ല നമുക്ക് ഒരിക്കൽ കാണണം. അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ നമുക്കൊന്നും അറിയാം. മീറ്റ് യാസീൻ, മീറ്റ് ശുക്കൂർ. വോയിസിലാകും മൊത്തത്തിൽ വോയിസിലാകും ബഫറിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിവൈസ് പോലില്ല, IRL ഡിവൈസ് പോലില്ല. ഞാൻ ഫോണിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ ഞാൻ തീരുമാനിച്ചാണ് ഇവിടെ പെരുന്തൽമണ്ണ ലൈവ് ഇടാം. ഗൈസ് നെറ്റും സൗണ്ടെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ മൊത്തമായിട്ട് നെറ്റ് പോവുകയാണെങ്കിൽ മൊത്തം ബഫറിങ്ങും ലാഗും വരുവാണെങ്കിൽ ഞാൻ ലൈവ് നിർത്തും. നമ്മളൊരു അരമണിക്കൂർ കുറച്ചൊരു ഷോർട്ട് ലൈവ്, അരമണിക്കൂർ 1 മണിക്കൂറിന് ഒരു ഷോർട്ട് ലൈവ് ഇടാൻ കളിക്കാൻ പോണം. ഫുട്ബോൾ കളിക്കാൻ പോണം. അത്ര സമയം നെറ്റ് കിട്ടുമെങ്കിൽ മാത്രം നമുക്ക് കളിക്കാം. ഓക്കെ. പക്ഷെ കൊള്ളാടാ, കുഴപ്പമില്ല. മലപ്പുറം ടൗണിൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും 5G ഫുൾ റേഞ്ചാണ് കാണുന്നത്. ഇവിടെ നീലക്കുയിലുണ്ട്, മീറ്റ് മിസ്റ്റർ നീലക്കുയിൽ. അവന്റെ മുഖത്തേക്കൊന്ന് സൂം ചെയ്താ. നമ്മള് ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ ഇവൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതായത് എന്താ സിനിമ ഇത് കാണിച്ച അതായത് ഞാൻ ഇവിടെ ലൈവ് ചെയ്യുന്നതിന് പിന്നെ എന്താടാ കാര്യമുള്ളത്? ഇവന് അവിടെ വേറൊരു പേജിൽ ലൈവ് നടത്താ. ഞാനിവിടെ ചെയ്യുന്നത് മൊത്തം ഇവിടെ ലൈവ് ചെയ്യാ. ശുക്കൂർ സീൻ അതേതാ വണ്ടി? സിവിക് സിറ്റി അല്ലേ അത്? ഇതെന്താ ഇത്? കൊള്ളാലേ? ഇതെന്താ ഇതെല്ലാം ഇങ്ങനെ? വണ്ടി റോഡ്. ഇതേതാ വണ്ടി? GTR ഇതാണോ GTR? ഇത് GTR എന്നല്ല, ഇത് ഹോണ്ട സിറ്റി. പക്ഷെ ഇത് ഇതാക്കിയതാ നല്ല മോഡ് ചെയ്തോ, അടിപൊളിയായിട്ട് മോഡ് ചെയ്തോട്ടാ. നോക്ക് എന്താ തിളക്കോടാ. ബ്രോ ഇങ്ങനത്തെ സ്പോയിലർ അവിടെ കിട്ടുവാ? ഇങ്ങനത്തെ സ്പോയിലർ അവിടെ കിട്ടുവാ? സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇതിനിട്ടതാ, ടയറിനിട്ടതാ. ബുദ്ധിയിലാണ് എന്താ സ്പോയിലർ ടയറിന് ഇട്ടതാ. ശുക്കൂർ ഇതെന്താ കൈമ? ഞാൻ പോയെന്നട്ടാ. ഷമീർ കോമാളി നിന്റെ ഉപ്പ. ട്രോൾ PKD ഒരു ഹായ് അറിയോ? ആരാ? ട്രോൾ PKD. ജാസി എടുത്തന്നില്ലേ? ജാസിനെതിരെ ഞാൻ കാണുന്നത് എന്താ പ്രശ്നം? മീറ്റ് ജാസിയ മറ്റേ ജാസിനാന്ന് പറയുന്നത്. ഹായ് ട്രോൾ PKD. കൂടിക്കല്ല ബാംഗ്ലൂരിൽ നിന്ന് പോലീസിൽ നിന്ന് അടിയുള്ളവരുണ്ടല്ലോ. നീലക്കുയിലാടാ? എടാ നീലക്കുയില വളരെ മോശമാണ് കേട്ടോ. നമ്മളിവിടെ ഒരു ലൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ നീ വേറെ പേജിൽ ലൈവ് ചെയ്യുന്നത് മോശമാണ് കേട്ടോ. മീറ്റ് കാസ്ട്രോ, മീറ്റ് സിനാൻ, കോൾ മസ്താനി, മീറ്റ് അനാൻഷ. ഇത് കുറെ ആളെ മീറ്റ് ചെയ്യാൻ ഇതാക്കാനല്ലേ ഇവര് പറയുന്നടാ മുത്തേ. നമ്മളിവിടെ ജസ്റ്റ് ഒരു അരമണിക്കൂർ
ജസ്റ്റ് ഒരു മലപ്പുറം വൈബ്സ്. ഹായ്, സിനാം വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ. അതെ, മലപ്പുറം വൈബ്സ് ഒന്ന് ജസ്റ്റ് അയ്യാറിൽ ചെയ്യാൻ ചോദിച്ചതാണ്. അപ്പത്തേക്ക് നിങ്ങൾ ഒരക്കാണ് ഇവരൊക്കാണ് നല്ല പറഞ്ഞ് ഇങ്ങനെ സ്പാം ചെയ്തോണ്ടിരിക്കല്ല. എടാ, അതായത് ഇത് മലപ്പുറം മെയിൻ ടൗൺ അല്ല, ഇത് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, ഇവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം നിങ്ങൾ നോക്കിയാ വലിയ ടൗണാ ഇത്. നമ്മളെ എല്ലാ നാട്ടില് മെയിൻ ഒരു ടൗൺ ഉണ്ട്. ഇപ്പൊ കണ്ണൂർ ടൗൺ അല്ലെങ്കിൽ കൊച്ചി ടൗൺ, അത് മെയിൻ ടൗൺ. എന്നിട്ട് ഇങ്ങനെ സൈഡായിട്ട് കുറച്ച് ടൗണുകൾ ഉണ്ടാവും. തലശ്ശേരി, തളിപ്പറമ്പ്, ഇരിട്ടി അങ്ങനെല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് മലപ്പുറം മെയിൻ ടൗൺ അല്ല, ഇത് മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്താണ് എല്ലായിടത്തും ഫുള്ള് സെറ്റപ്പടാ. ഇവിടുത്തെ മൈജിന്റെ എല്ലാം വണ്ണം കാണാൻ ഞാൻ നെട്ടിപ്പോയി. ആ, ഒരു മിനിറ്റ് എടുത്തോ. ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് എന്തുകൊണ്ടോ തോറ്റാ. ഇവർക്ക് ആർക്കും പ്രായമായിട്ടില്ല വോട്ട് ചെയ്യാൻ. ബൈ ബൈ ബൈ. എപ്പോഴും കാണാം. ഞാനാണ് ആള്. ഞാൻ ആള് മാറിപ്പോയി. എനിവേസ് ഗൈസ്, അപ്പൊ നമ്മള് തെരുവുകളിലൂടെ ഇങ്ങനെ അലയുകയാണ് ഗൈസ്. ആണോ? ഇല്ല, വലിയ വലിയ ബിൽഡിങ്സ് ഇവിടെ മൊത്തം. മനസ്സിലാവും, അത് അടിപൊളി. ഫുള്ള് ഹോട്ടലുകളാട്ടോ, ഫുള്ള്. ആണോ? ഫുള്ള് റെസ്റ്റോറന്റ്. ഇത് അവിടെ എന്താ ലെഫ്റ്റില് റെസ്റ്റോറന്റ്, ഫുഡ് പോർട്ട് മസാല റെസ്റ്റോറന്റ്, ഫുള്ള് റെസ്റ്റോറന്റ് ഏരിയ ഉണ്ട്. കുട്ടങ്ങാടി ജംഗ്ഷൻ അങ്ങോട്ട് പറയാം. അപ്പൊ ഈ പെമ്പിള്ളറിൽ എവിടെ ഉണ്ടാ പെമ്പിള്ളറിലുള്ള ഭാഗ്യതാ? എല്ലായിടത്തും ബീച്ച് സൈഡ് മലപ്പുറം ബീച്ച് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. മലപ്പുറത്ത് ബീച്ച് ഉണ്ടോ? മലപ്പുറം ബീച്ച് ഉണ്ടോ അറിയില്ല. റാംബോ എന്തി എടുത്തോ. റാംബോ ഷമീർ ബ്രോ വണ്ടി എടുത്ത് വരുന്നുണ്ടല്ലോ. വണ്ടി എടുക്കുന്നുണ്ടോ? അപ്പൊ മൊത്തം ലൈവ് ചെയ്തോണ്ട് കാണാം. ഒരു 10 ഇതെടുത്തല്ലോ, ഫോട്ടോ എടുത്തല്ലോ. അതല്ല കുര്യൻ എവിടെയെന്ന് ചോദിക്കുന്ന ചാറ്റില്. നമ്മള് ബാക്കി എല്ലാരും ഇവിടെ, കുര്യൻ ഇവിടെ ഉണ്ട്, ബാക്കി എല്ലാരും ഇവിടെ. റാംബോ എന്ത് ചെയ്യാ? ആണോ? ആ, അങ്ങോട്ടേക്ക് കൊണ്ടുവരോ? എനിവേസ് ഗൈസ്, പെപ്പെ വളഞ്ചേരി ഓർമ്മ ഉണ്ടാന്ന് ചോദിക്കുന്ന മറക്കാൻ പറ്റുമോ മുത്തേ? ഇതാരാ ചോദിക്കുന്നത്? മലപ്പുറത്തുനിന്നല്ല നമ്മള് തുടക്കം, അതെല്ലാം മറക്കാൻ പറ്റുമോ? വളാഞ്ചേരി നമ്മള് കാര്യം. ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തെ അയ്യാറിൽ ചെയ്യാൻ നമ്മൾ ഇത്രയും ലേറ്റ് ആയത് ശരിയായില്ല. ഇതെന്താ കുറച്ച് നേരത്തെ ചെയ്യണമായിരുന്നു. നോക്കണ്ട, നമുക്ക് ഇങ്ങനെ നമുക്ക് നടക്കാം, നമുക്ക് ചുമ്മാ നടക്കാം. ഇല്ല, നമ്മളെ വണ്ടി എന്ത് വരാൻ പറയാം. ആണോ? അങ്ങോട്ടേക്ക് പോയാ ഉടുപ്പി ഫുള്ള് ഫുഡ് സ്പോട്ടല്ലേ? മീറ്റ് കോയാക്ക. ഇവന്റെ മൂത്താപ്പ കോയക്കനെ കാണാൻ ലൈവ് ഇട്ട് റൈറ്റ് ആവണ്ട, നേരെ വേണ്ട, നേരെ ഇങ്ങോട്ടോ വെയ്മാറിപ്പോയി. ഇതെന്താ ഇവിടെ സിഗ്നൽ ഒന്നല്ല, ഇതെന്താ നമുക്ക് വേണ്ടിട്ടുള്ള സിഗ്നലാ? ഇതെന്തത്? നമ്മള് ശരിക്കും ഒരു ജാഥ വിളിച്ച പോലെ ഉള്ള കേട്ടാ, അല്ലെങ്കിൽ കാര്യം അടിക്കാൻ പോകുന്ന പോലെ. മലപ്പുറത്തിനെ പറ്റി എല്ലാവർക്കും പൊതുവേ ഒരു ധാരണ എന്താ അറിയോ? ഈ നൈറ്റ് ലൈഫ് ഒന്നും അധികം ഇല്ലാന്നാ. പക്ഷെ നൈറ്റ് ലൈഫ് ഉണ്ടോന്ന് അറിയണമെങ്കിൽ 12 മണി കഴിഞ്ഞിട്ട് ഫുള്ളൊരു ഓണല്ലേ മൊത്തത്തിൽ. ഇപ്പൊ ഈ സമയത്ത് ഓണം, രാത്രി നോക്കണം, നമുക്ക് നോക്കാം. നമ്മളെന്തായാലും ഇന്ന് മലപ്പുറത്തുണ്ട്, നമ്മള് നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ലൈറ്റ് എല്ലാം പോയാലോ? KT കാക്കാന്റെ കടയിൽ പോയോ? മൂപ്പർ വൈബാണ്. അതാരാടാ KT കാക്കാരാ? വൈബാണോ? പോയാലോ? സിഗരറ്റ് കിട്ടുന്ന കടയാ? ആണോ?
പാട്ട് പാടി സർവത്ത് തരോ? ഇവിടെ അടുത്താ? ഇവിടെ കഴിഞ്ഞടാ, ടൗൺ കഴിഞ്ഞടാ. നമുക്ക് മറ്റേ ഫുട്ബോൾ കളിക്കാൻ പോവാ. ഇത് കഴിഞ്ഞോ? ഇനിയുണ്ടോ? ആ ഓക്കെ ഓക്കെ. പക്ഷെ ലൈറ്റ് ഇല്ല. ലൈറ്റ് ഉണ്ടോ? ബാക്കി പേരുണ്ടോ? പാന്റ് ഇട്ട് കളിക്കാം. അതിനെന്താ മമ്മോ എന്താ പറയാ? എന്നിട്ട് നമ്മള് ഷെയ്ക്കല്ലേ ഇത്? ബിഗ് ഫാൻ. ഷെയ്ക്ക് നമ്മൾ ഒന്നിച്ച് വന്നിട്ടോ ഇങ്ങോട്ട്. പിന്നെ ചങ്ങനെ കണ്ടിട്ടില്ല, ഇപ്പാന്ന് കാണുന്നത്. സി ക്ലാസ് കൊടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഷോ ഓഫ് ആക്കാൻ വേണ്ടിട്ട്, ഫ്ലെക്സ് ചെയ്യാൻ. പാലക്കാട് വാ. പാലക്കാട് ഏത് എന്താടാ അതായത് ഒരുത്തൻ എന്നോട് പറഞ്ഞ് പാലക്കാട് അയ്യാർ ലെയ്യാന്ന് ഒരുത്തൻ പറഞ്ഞ്. ഇപ്പം പറയും നല്ല വയലെല്ലാം ഉണ്ടാവും. അതായത് പാലക്കാട് മൊത്തം ഗ്രാമപ്രദേശമാണ് ഇവർ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഇത് കൊല്ലത്തിനെ ഏയ് ഇത് കൊല്ലത്തിനെ പറയുന്നത്. പാലക്കാട് നല്ല ഏരിയ അതാടാ. അയ്യാറിൽ ചെയ്യാൻ പറ്റും, ലൈവ് ചെയ്യാൻ പറ്റിയ ഏരിയ എന്താ? ചേട്ടൻ പറ നോട്ടെ. എനിക്കൊരു പ്ലാൻ ഉണ്ടാ. അതാരാ? ഏത് പെണ്ണിന്റെ സൗണ്ട് കേട്ടോ? എടാ എനിക്കൊരു പ്ലാൻ ഉണ്ട്, ഞാൻ പറയാം. അതായത് ഇതാണ് പാക്കുവേ. നമ്മളെ ക്വീൻസ് വാക്കുവേ പോലെ. എന്താടാ ഇത്? മലപ്പുറം പാക്കുവേ. അത് നമ്മളെ ചങ്ങായ. ബസ് സ്റ്റാൻഡാ ഇത്? വാക്കുവേടാ. മലപ്പുറത്തെ ക്വീൻസ്. ഓക്കെ. എൻ്റെ ഞാനൊരു പ്ലാൻ പറയട്ടെ. അയ്യാറിൽ ചെയ്യാൻ വേണ്ടി എനിക്കൊരു പ്ലാൻ ഉണ്ടാ. അതായത് നമ്മള് എല്ലാ ഇതിലും എല്ലാ ജില്ലയിലും മറ്റേ സാധനം കേരള യാത്ര ചെയ്യുന്ന പോലെ ലൈവ് നൈസായിരിക്കും കേട്ടോ. ഓരോ നാട്ടുകാരെ ഇതറിയാൻ പറ്റും. നൈസ് പരിപാടി. അതായത് ഇന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങണം. ഇന്ന് കാസർഗോഡ് അല്ല, ഇന്ന് കാസർഗോഡ്, നാളെ കണ്ണൂര്, മറ്റന്നാളെ കോഴിക്കോട്, അങ്ങനെ ഇങ്ങനെ ഓരോ ജില്ല, ഇങ്ങനെ 14 ഇതിലും പരിപാടി. എടുത്തോ. അല്ല ഓക്കെ. മണ്ണാർക്കാട് ഞാൻ വന്നിട്ടുണ്ടോ? നമ്മളിപ്പോ നമുക്ക് ടർഫിൽ പോവാടാ. ഫുട്ബോൾ കളിക്കാം. അല്ലാണ് ഞമ്മളെ വണ്ടി വിളിച്ചേന്നാ. വണ്ടി ഞാൻ കൊറിയൻ ഇതിപ്പോ ഇങ്ങനെ കൊറേ നടക്കാണ്ടെന്ന് പറയുന്നു. അപ്പൊ ഞമ്മക്ക് നേരെ ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കാം. ഫുട്ബോളോ എന്തെങ്കിലും കളിക്കാം. ടർഫിലേക്ക് പോവാം, കാരണം അതാണ് ഇവിടെ അടുത്തൊരു ആക്ടിവിറ്റി. ഫുട്ബോൾ കളിക്കാം. വണ്ടി പൊതിഞ്ഞ് നമ്മളെ വണ്ടി ആടെയാ. ഇതിൽ കയറാം. ബെൻസിൽ കയറണോ? ഇതിൽ ഫോർച്യൂണർ എല്ലാവരും പിടിക്കും. ബെൻസിൽ നമ്മള് രണ്ടാളും മാത്രമായിട്ട് പോകേണ്ടി വരും. എല്ലാവരും ഒരുമിച്ച് പോകണ്ട. മോനെ വണ്ടി നമുക്കൊരു ഫോട്ടോ എടുത്തു. ലൈവ് ഇതിന്റെ ഉള്ളില് ഫോട്ടോ എടുക്കാൻ വന്ന വണ്ടി എടുക്കടാ. പാണ്ടിലോറി ഇങ്ങനെ നടുക്കൊന്നുമിടല്ലേ നീ വണ്ടി സൈഡാക്കാമല്ലോ. ഇവിടെ നടുക്കിടല്ലേ. ഡോറെടുക്ക്. ഒരാള് ബാക്ക് കയറ്. പണിയായി. നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. ആളില്ലാത്ത സ്ഥലം നോക്കാം.
നമുക്ക് ടർഫിലേക്ക് കയറാം. ഫുള്ള് ബഫറിങ് ആണല്ലോ, എല്ലാരും ബഫറിങ് പറയുന്നത് ചാറ്റില്. എങ്ങോട്ടാ വഴി പറ? ലെഫ്റ്റ് അടിക്കട്ടോ, ഏറ്റവും എളുപ്പമായി എടുക്കട്ടാ. നേരെ നമുക്ക് ടർഫിലേക്ക് പോയി ഗെയിം കളിക്കാം, അല്ല ഫുട്ബോൾ കളിക്കാം. ഇതെന്താ പാണ്ടിപ്പട എന്റെയാ? എടാ അങ്ങനെ തുറന്നു നടക്കല്ലേ, ബാക്കിൽ വണ്ടി ഉണ്ട്. ആൾക്കാർ മൊത്തം നെറ്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെ സ്പാം ചെയ്യണ ചാറ്റ്. നെറ്റ് നല്ല സീനാവുകയാണെങ്കിൽ, തീരെ നെറ്റ് കിട്ടുന്നില്ല, ഫുള്ള് ബഫറിംഗ് ആണെങ്കിൽ ഞാൻ ലൈവ് നിർത്താം. ഓക്കെ, നല്ല സീനാണെങ്കിൽ പറയണേ. ടർഫ് 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 KL10, എല്ലാവരും KL10 സ്പാം ചെയ്യുന്നോ? പാണ്ടിക്കാട് വന്നു. പാണ്ടിക്കാട് നമ്മൾ പോയി. നമ്മൾ ഇന്ന് പാണ്ടിക്കാടായിരുന്നു. അവിടെ ഷെയ്ഖിന്റെ വീട് പാണ്ടിക്കാടാ. നമ്മൾ അവിടെ ആയിരുന്നു ഇന്നലെ സ്റ്റേ. ഇങ്ങനാ ഞാൻ പിടിക്കാം. അയ്യോ, അപ്പൊ നിന്റെ മുഖം കാണുമല്ലോ ആൽബിന. നിനക്ക് മാസ്ക് ഇടാൻ കിട്ടോടാ? ചിക്ക് ചിക്ക് എടാ അതിലെ കൂട്ടില്ല. അതില് പെൻസിൽ വരുന്നുണ്ടോ? പിന്നാരാ എല്ലാരും കേറിയില്ലേ? എല്ലാരും കേറിയിട്ടാ? ടർഫ് എവിടെയാ പറഞ്ഞുതരൂല, ലൊക്കേഷൻ ലീക്ക് ആക്കൂല. ഇപ്പൊ കണ്ടല്ലോ, അവിടെ പോയിട്ട് അവിടെ മര്യാദക്കില്ല. നമ്മൾ അത്ര മണ്ടന്മാരല്ലടാ. ടർഫ് എവിടെയാ നമ്മള് പറയൂല. ഓക്കെ, ഇവിടെ പെരുന്തൽമണ്ണ ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്ത് ഒരു 10 മിനിറ്റ് അപ്പുറം. ഏത് ഭാഗത്താണെന്ന് ഞാൻ പറയൂല. ഓക്കെ, ഞാൻ പെരിന്തൽമണ്ണ ഒന്ന് ചുറ്റി കാണിക്കും, ഒന്ന് പ്രോപ്പറായിട്ട് ചുറ്റി അടിക്കാന്ന് വിചാരിച്ചതാടാ. അപ്പത്തേക്ക് അവിടെ ആള് കൂടി ഒന്നും ചെയ്യാൻ പറ്റണ്ട. ഇതാണ് പ്രശ്നം. ഇവിടെ IR ചെയ്യാൻ പറ്റൂലടാ. ഇതാണ് ഞാൻ IR ഇടാത്തത്. അല്ലേ പിന്നെ എടാ മെല്ല അതിൽ മിസ്സിങ്. അതിൽ അപ്പുറത്തെ വണ്ടിയിലുണ്ടാ. ഇപ്പൊ നമ്മളിപ്പോ സ്ഥലത്തെത്തും, 5 മിനിറ്റ് കൊണ്ട് എത്തും. അല്ലെ ടർഫിൽ 5 മിനിറ്റ് കൊണ്ട് എത്തൂലേ? പാലക്കാട് ചെർപ്പുളശ്ശേരി ഞാൻ വന്നില്ല. സീറ്റ് ബെൽറ്റ് ഇടും. സോറി. താങ്ക്സ് ഓർമ്മിപ്പിച്ചത് നന്നായി. ഇപ്പൊ വയനടിച്ചാ അനീഷ് ഏട്ടൻ എയർപോർട്ട് തൂക്കിയതാ. ഞാൻ എയർപോർട്ടിൽ പോകാൻ പറ്റില്ലടാ. ഞാൻ ഇവിടെ മലപ്പുറത്തായി പോയി. എറണാകുളത്ത് എങ്ങനെയുണ്ടടാ? അനീഷ് ഏട്ടൻ വന്നപ്പോ എങ്ങനെയുണ്ട്? ക്രൗഡ് എങ്ങനെയുണ്ട് എയർപോർട്ടില്? ആണോ? വിന്നറിന് അത്രയുണ്ടോ? വിന്നറിന് ആളില്ലേ? അതൊന്നും അല്ല. എനിക്ക് അനുമോൾ ഇഷ്ടമല്ല ചോദിച്ചിട്ട് അങ്ങനെയൊന്നും പറയരുത്. ആണോ ചേട്ടൻ? അവിടെ എയർപോർട്ടിൽ പോയ ആരെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കിട്ട് പറഞ്ഞത്. വീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്ക്. എനിക്ക് എയർപോർട്ടിൽ പോകാനുള്ള ഇത് കിട്ടിയില്ലടാ. ഞാനിവിടെ മലപ്പുറത്ത് പരിപാടികളായിട്ട് ഇവിടെ തന്നെ ആയിപ്പോയി. പോകാണ് ഞമ്മള് പോകാണ്. എന്താ പറയുന്നത്? യെസ് അനീഷ് ചുറ്റി കറങ്ങേണ്ട വരുമോ? നമ്മളെല്ലാ ഊടുവഴികളും നമുക്ക് പ്രോപ്പറായി അനീഷ് ക്രൗഡ് സീന് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട്. ഞാൻ പുതിയ നിയാദിനെ പറ്റി ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു തോന്നല് വരുന്നത്? യൂനിസിനോട് കൊറേ സംസാരിക്കാനുണ്ട് കേട്ടോ, പഴയ കാര്യങ്ങളെല്ലാം. പണ്ട് ഇവനെങ്ങനെയാ? പണ്ട് ഇങ്ങനെ തന്നെ ഒരു മൊണ്ണ. പണ്ടാള് പാവാണ്, ഇപ്പോഴാള് പാവാണ്. എന്താന്ന് ശുക്കൂറ എന്തെങ്കിലും പറ്റൂട്ടാ വണ്ടി. താനൂർക്ക് വാ കെജ തുറക്കാനാ. കെജ തുറക്കാനാ? അത് മറ്റേ പാട്ടല്ലേ? മറ്റേ ഇവൻ എന്തോന്റെ പേര് എങ്ങനെ തുറക്കാൻ മനസ്സിലായില്ല. എന്താ പ്രാന്തമുള്ളവർ വെറുതെ ഒച്ചമാറാക്കുന്നതാ.
മെല്ലെ റാമ്പോ എന്തോ ഒരു പേരുണ്ടല്ലോ നീ പറയുന്ന വണ്ടി ഇൻഡിക്കേറ്റർ ഉണ്ട്. റാഷ് ഡ്രൈവ് അല്ല റാമ്പോ. എന്തേലും നീ എന്താ പറഞ്ഞ ജാസി? എന്തോ കണ്ടന്റ് എന്തോ നമ്മൾ ലൈവ് ചെയ്യുമ്പോ ബേക്കിൽ ആൾക്കാർ വരുന്ന എന്തൊരു പേര് പറയില്ലേ? സ്ട്രീം സ്നൈപ്പർ. നമ്മളെ നാട്ടില് സ്ട്രീം സ്നൈപ്പേഴ്സ് ആയല്ലേ അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇതെല്ലാം പുറത്ത് അമേരിക്കയിലല്ലേ ഈ സ്ട്രീം സ്നൈപ്പേഴ്സ് പറഞ്ഞ പരിപാടി ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളെ നാട്ടിലും എത്തി സ്ട്രീം സ്നൈപ്പേഴ്സ്, പാപ്പരാസി, സ്ട്രീം സ്നൈപ്പേഴ്സ്, കൊറേ വേർഡ്സ് ഇട്ടിങ്ങനെ ഇതെല്ലാം നമ്മളെ നാട്ടിലും എത്തി കേട്ടോ. ഞാനിപ്പോഴായിട്ട് കേൾക്കും സ്ട്രീറ്റ് സ്നൈപ്പേഴ്സ്, പിന്നെ ക്ലിപ്പ് ഫാമിങ്. സൊസൈറ്റി കുറെ മാറി. ലോകത്തിൻ കഥയേറിയ പോലീസ് എന്തിനാ ഇനി നമ്മളെല്ലാ റൂൾസും പാലിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഒരു റോൾ ബ്രേക്കും നമ്മൾ ചെയ്യുന്നില്ല. എന്തിനു പിന്നെ പോലീസ് നമ്മളെ വേക്കുന്ന കാരണം ഒരു ലോട്ടയും ഇല്ല. ഡ്രൈവിംഗ് ഷോ അധികം കളച്ചടാ. നമ്മളെല്ലാം കൊറിയൻ പെൻസിലിട്ടാ കളിക്കുന്നത്. എടാ ഞാൻ വേറൊരു പരിപാടി പറയട്ടെ. എടാ ബോൾ വാങ്ങാം. പഞ്ഞി ബോളില്ല, ആ ടെന്നീസ് ബോൾ എന്ത് അത് പോയാ? പോയി. ഒരു ടെന്നീസ് ബോൾ വാങ്ങടാ. അവിടെ കിട്ടോ? ടർഫില് ടെന്നീസ് ബോൾ കിട്ടോ? ക്രിക്കറ്റ് ഒന്നല്ല, നമുക്ക് കണ്ടേറ് കളിക്കാം. അഭിപ്രായം പറ. പോയി ഇത് പോയി, നെറ്റ് പോയി, ലാഗായി. പെട്ടെന്ന് ടർഫിലേക്ക് എത്തിക്ക്. അവിടെ നെറ്റ് ഉണ്ടോ? അവിടെ ലാഗ് ഉണ്ടാവോ? നെറ്റ് പോയി. കറങ്ങാൻ തുടങ്ങി. ഹായ് ഗൈസ്. വീട് അടുത്താണോ? ഒരു നെറ്റ് ഓക്കെ ആയിട്ട് ഡ്രൈവിംഗ് വേറെ സീനാണ്. ഇത് മൊത്തം ലാഗായിട്ടുള്ള ലാഗ മൊത്തം ലാഗ. എനിക്കൊന്ന് സ്പീഡിൽ പോകുന്നുണ്ടെ നെറ്റ് ലാഗാണ്. അടിയെ നീയെ പുഞ്ചിരി ഞാനെത്തിരി ദിലയൻ ശ്വാസത്തിരി നിൻ ശ്വാസത്തിരി നാവേലിത്തിരിയേ. ഗൈസ് ഒരു 2 minutes സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു നെറ്റ് ലാഗാവുന്നത്. ഒരു 2 minutes നമ്മളിപ്പോ സ്ഥലത്തെത്തും. അത് കഴിഞ്ഞാൽ നെറ്റ് ഓക്കെ ആയിക്കോളും. ഓക്കെ മീൻ വണ്ടി പോയതാ. എന്താ നീ മമ്മൂന് ഇതേ ഉള്ളൂ അല്ലേ കോമഡി പറയാൻ വേണ്ടിട്ട് കണ്ടന്റ് ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെറുതെ പാല വഴിയിട്ട് തൂക്കിയ ഇതല്ലേ ഉള്ളു ഇതേ സംസാരിക്കാനുള്ളു ഇവർക്ക്. ഇവന്റെ ഇതല്ലാണ്ട് നോർമൽ ആയിട്ടൊരു രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുന്ന ആരും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വലിയ കക്കൂസ് കേസ് തന്നെ എപ്പം പറയാം. ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി കാര്യം. പറ പള്ളിനെ കുറിച്ച്. ആയോ? എത്താനായോ? അപ്പൊ ഫുട്ബോള് ടീം ഉണ്ടല്ലോ. ബെറ്റ് കളിക്കുന്ന ഫുട്ബോള് ഓക്കെ ആയി തോന്നല്ലേ? എല്ലാരും ഓക്കെ സ്പാം ചെയ്തോണ്ട് നെറ്റ് ഓക്കെ ആയോ? നോ സൗണ്ടോ? മമ്മു കളിക്കില്ല എന്ന് പറയുന്നത് നിർബന്ധിക്കണം. അതിന്റെ നീ വേണ്ട ഓക്കെ ബൈ ഓനെ നിർബന്ധിക്കണം പോലും. അങ്ങനെ ഒരുത്ത എന്തിനും നിർബന്ധിച്ചാൽ മാത്രമേ ഇവൻ വരൂ. ഒരു നിർബന്ധപ്രിയൻ. ഇതിനൊരു 5 പ്രാവശ്യം ഇവനെ വിളിക്കണം. റേഞ്ച് ഉണ്ടോ? എത്ര കട്ടുണ്ട് റേഞ്ച്? എത്ര കട്ടുണ്ട്? ശുക്കൂർ എന്ത് ഫുള്ള് റേഞ്ച് എത്ര കട്ടുണ്ട് ഗൈസ്? ബുദ്ധിഞ്ഞ് ഗൈസ്. ഏത് എന്താ ഞാൻ അതിനൊരു ഉമ്മ കൊടുക്കാൻ പോയി. ഒരു ഫ്രഞ്ച് കിസ് അല്ല, ഫ്രഞ്ച് അല്ല, നീ വെറും
ഞാൻ ഷെമീറിനെ ഈ താടി വെച്ചിട്ട് ഇപ്പൊ എന്തോ ഒരു കളവനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ. നിങ്ങക്ക് താടി വളരാത്തോണ്ടാവും. ഏത് അന്തെന്ത് താടി വളരാണ്ട്? അങ്ങനെ ഷെമീറിന്റെ ജീനിൽ താടിയും മീശയും ഒരിക്കലും ഇവന് വളരൂല. എന്താ ജീനി? ഇവന് പാരമ്പര്യമായിട്ട് താടിയും മീശയും വളരൂല. അങ്ങനെ ഇവ എത്ര കാലമായി ട്രൈ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവക്ക് അരടി തൈലോ എന്തെല്ലോ അല്ലല്ല ആവണക്കെണ്ണ വാങ്ങി അല്ലല്ല എന്തെല്ലാം തേച്ചറിയോ? റോളും വെച്ച് ഒന്ന് എന്ത് ചെയ്തിട്ട് ഷെമീറിന്റെ ആവണക്കെണ്ണെല്ലാം മേടിച്ച് ഞാൻ തേച്ചിട്ടുണ്ട്. സംഭവം ശരി. പണ്ട് ബുദ്ധിയില്ലാത്ത പ്രായത്തില്. പിന്നെ എനിക്ക് മനസ്സിലായി ഷാറൂഖ് ഖാനും ഞാനെല്ലാം ഒരു ഇതിലാ പെടുന്ന ആൾക്കാരാണ് നമ്മള്. അതാ ഞാനും അങ്ങനെ തന്നെ. ഞാനും ഷാറൂഖ് ഖാനും താടീന്റെ ആവശ്യമില്ല. നമ്മള് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റോ എത്തിയോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ടർഫിൽ എത്തിയിട്ടുള്ളത്. അവിടെ അവിടെ ബോൾ ഉണ്ടാവില്ലേ? ബോൾ അവിടെ ഉണ്ടാവില്ലേ? ബോള് നമ്മള് കൊണ്ടുപോണ്ടല്ലോ. അല്ല ഇതാ ഇവിടെ വണ്ടി വെച്ചോ, വണ്ടി വെച്ചോ. അവിടെ വെക്കാം, അവിടെ ഫ്രണ്ടിലോട്ട്. ഓക്കെ ഗൈസ്, അവിടെ ക്യാമറ ഗൈസ് ഫ്ലാഷിൽ ഓഫ് ആക്കി. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ ടർഫിൽ കളിക്കാൻ വന്നിട്ടുള്ളത്. എനിവേസ് എല്ലാരും ട്രൗസറും ഞാൻ ട്രൗസർ ജേഴ്സി ഒന്നും എടുത്തില്ല, ബൂട്ട്സ് ഒന്നുമില്ല. നമ്മള് ബാർ ഫൂട്ട് കളിക്കാൻ പോയത് ഫുട്ബോള്. പിന്നെ ഒരു ടെന്നീസ് ബോൾ കിട്ടും എവിടെന്നെങ്കിലും. കണ്ടേർ കളിക്കണം. നല്ല രസം. മൊട്ടട്ടെ തല മൊട്ടട്ടെ. ചത്തുവൊന്നുമില്ല. നല്ല വേദന. ഇഞ്ചുറി ഒന്നും പറ്റൂല. ആർക്കും പറ്റൂല. പക്ഷെ വേന ഉണ്ടാവും. കൊണ്ടാ നല്ല വേന എടുക്കണം. അതല്ല അഡ്വഞ്ചർ ശരിയാണ്. ആമ്പോക്കൊന്നും ഓടാൻ പറ്റൂലേ? എടാ മറ്റേ ടെന്നീസ് ബോൾ എന്ത് നമ്മള് ക്രിക്കറ്റ് കളിച്ചോണ്ടുന്ന ബോള് അല്ലല്ല 10 ബോൾ എറിയുന്നുണ്ടെങ്കിൽ 5 ബോളും റാംബോന്റെ മേത്തായിരിക്കും കൊള്ളാം. ഒന്ന് ബോൾ വേണം. ബോള് എടാ റാംബോ ഈടുണ്ടായ ബോൾ എന്തിയെ ആരോ കട്ടോണ്ട് പോയാലാ? അപ്പൊ ബോൾ അങ്ങനെ വാങ്ങുമായിരുന്നു. എടാ ഇവിടെ ടെന്നീസ് ബോൾ കിട്ടോടാ? ബോൾ കിട്ടും. ബ്രോ ടെന്നീസ് ബോൾ കിട്ടോ? ടെന്നീസ് ബോൾ എല്ലാം ഉണ്ടാ? ഓക്കെ സെറ്റ്. ഇവിടെ മറ്റേ പവറുള്ളതായിരിക്കും, നല്ല കട്ടിയുള്ള. സോപ്പി ഫുട്ബോൾ വേണ്ട, അത് നമുക്ക് ഇഷ്ടമല്ല. സോപ്പി ഫുട്ബോൾ ഗെയിം ശരിക്കും നമ്മളെ ഗെയിം പറഞ്ഞ നമ്മള് മാൻലി ഗെയിംസ് മാത്രമേ കൂടുതൽ കളിക്കാറുള്ളൂ. അത് ടർഫിൽ ആളുണ്ടല്ലോ. കടങ്കേറ് കളി. എത്ര മിനിറ്റ്? സോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പോവാ. ഇവര് അപ്പൊ 2 ടർഫ് ഉണ്ടോ? വേറെ ആള് കളിക്കുന്നുണ്ടല്ലോ. അല്ല ഈ ടർഫ് വേറെ ഉണ്ടോ? അല്ല ഇവരെ എന്നാ ഒന്ന് പറ. സോഫി വേണ്ട. നോക്കണം, പോയി നോക്കണം. ഇത് കഴിഞ്ഞിട്ട് കയറാം. അപ്പൊ ഗൈസ് ഇവിടെ നമ്മളെ ടർഫ്. എവിടെ ക്യാമറ? ഇവിടെ നമ്മളെ ടർഫ്. അല്ല നെറ്റ് പോയാ? നോക്കിയാ നെറ്റ് പോയാ? നോക്കിയാ ഫുൾ റേഞ്ച്. ഇങ്ങനെ ശരിക്കുള്ള ഫുട്ബോൾ കളി കേട്ടാ. അല്ല നമുക്ക് എപ്പോഴാ ടൈം? ഇപ്പൊ നമ്മളെ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബുക്ക് ചെയ്തില്ലേ? അല്ല യുവർ സ്ട്രീം ഈസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. എടാ മുത്തി ഇങ്ങനെയൊന്നല്ലേ നമ്മള് പ്രോപ്പർ IRL. ഞാൻ ഇതൊരു ഷോർട്ട് സ്ട്രീം ആയിട്ടാണ് ഞാൻ കണ്ടത്. നമ്മളൊരു പ്രോപ്പർ IRL മാരത്തോൺ വരുന്നുണ്ടാ. നിങ്ങൾ കണ്ടോ? കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ IRL പ്രോപ്പർ ആയിട്ട് ഇടും. ഇതിപ്പോ നമ്മള് ഫോണിലെല്ലാം ലോ ക്വാളിറ്റിയിൽ ഇടുന്നത്. ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് ഇടാൻ പറ്റും. എപ്പം വലിയ സെറ്റപ്പ് ആക്കുമ്പോ പെട്ടെന്ന് നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. നമ്മളിപ്പോ വലിയ സെറ്റപ്പിലെല്ലാം ലൈവ് ചെയ്തതെല്ലാം ബാംഗ്ലൂർ പോയി ചെയ്തതെല്ലാം പോലീസുകാർ അടിച്ച് ഓടിച്ച് ക്യാമറ പിടിച്ചു വെക്കല്. നമുക്ക് കുറച്ച് സമയം മതി. അരമണിക്കൂർ താഴെ മതി. ഇത് കഴിഞ്ഞിട്ട് പോവാനുള്ളതാ. കയറാം. ഒരു ടെന്നീസ് ബോൾ ഒപ്പിച്ചോ? ഒരാവശ്യമുണ്ട്. കണ്ടേറല്ല നടുപ്പുറം പൊളിക്കല. നല്ല രസമായിരിക്കും. കണ്ടേർ സീനായിരിക്കും. എല്ലാവരും നടുപ്പുറം പൊളിയും. ടെന്നീസ് ബോള് എറിഞ്ഞു കളി അങ്ങോട്ടും ഇങ്ങോട്ടും. സോഫ്റ്റ് ഉണ്ടായിക്കോട്ടെ. വേണ്ട സോഫ്റ്റ് വേണ്ട. ഇവിടെ നോർമലി നമ്മള് ക്രിക്കറ്റ് കളിക്കണ പോലെ ഉണ്ടാവും.
നല്ല വേദന ആയിരിക്കും. അത് എടുത്തോ എവിടെ വിഷയമില്ലെന്ന് പറഞ്ഞു. നിക്കാന്റെ പേരെന്താ? ഷെഫീഖ്. നല്ല തണുപ്പാണ് നിങ്ങളാ ഊട്ടിന്ന് വരുന്നത്. വീട്ടിൽ പോയിട്ട് വേഗം വരിക. അല്ലല്ല ഇത് നമുക്ക് ചിക്കമ്മ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഫുട്ബോൾ ബെറ്റ് വെച്ചിട്ട് കളിച്ചാലോ? ഷെയ്ക്കുമായിട്ട് നമ്മള് ലാസ്റ്റ് ബെറ്റ് വെച്ച എത്രക്കാ? ബെറ്റ് വേണോ? എടാ അതിന് ശേഷം വേറൊരു കാര്യം നടന്നത് അറിയോ? ലൈവ് അല്ലാത്ത സമയത്ത് നമ്മളൊരു ക്രിക്കറ്റ് കളിച്ചു. ഷെയ്ക്കിന്റെ നാട്ടിലൊരു ടർഫ് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മള് ക്രിക്കറ്റ് കളിച്ചു ടീമായിട്ട്. അത് എത്ര കളിച്ചേ? 10,000. പക്ഷെ അത് ലൈവിലോ ഇവര് ജയിച്ചു. പക്ഷെ അത് ലൈവോ ഒന്നും എടുത്തില്ല. ഇല്ലല്ലോ വ്ലോഗ് എടുത്തില്ല. അത് വ്ലോഗ് എടുത്തല്ല. ഇല്ലില്ല അത് അപ്പം ആരപ്പ ഒരു മാസം മുമ്പ് കളിച്ച കളിയാന്ന്. ഇതുവരെ വ്ലോഗ് അപ്ലോഡ് ആയിട്ടില്ല. ആ ഗില്ലിന്റെ തലക്ക് ഞാൻ അടിക്കും. നമ്മളെ വ്ലോഗുകളാണ് ഈ ഒരു മാസം കഴിഞ്ഞിട്ടെല്ലാം അപ്ലോഡ് ആണ്. നിങ്ങളെ നോട്ടെ നല്ല കട്ടിയുണ്ട്. നല്ല വേനുണ്ട് പോനെ. പക്ഷെ ഇത് പൊളന്ന വേണ്ട, ഇത് കളിക്കണ്ട. നല്ല വേനുണ്ട് കേട്ടോ. അഡ്വർടൈസ്മെന്റോ? അങ്ങനല്ല, ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങളെ പേജിലിട്ടു കേട്ടോ. മനസ്സിലായില്ല. ഞങ്ങളിങ്ങനെ ബിഹൈൻഡ് ഇത് പരസ്യാണോ? ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടർഫിൽ കയറി കളിക്കാൻ വെച്ചിട്ട് വന്നതാ. പിന്നെ നീ കാണിച്ചോ. പിന്നെ നിങ്ങളെന്തെങ്കിലും ചെയ്താ നിങ്ങളിഷ്ടം. എന്തേലും ഇതല്ല. അല്ല ഇവരെ കളി കഴിഞ്ഞിട്ടില്ല. നിങ്ങള് കഴിഞ്ഞോ ഗൈസ്? കഴിഞ്ഞോ? ഇല്ല. എത്ര മിനിറ്റ് എടുക്കും? ആണോ? ഇക്ക ഇവരെ ടൈം എടുക്കുമെന്ന് പറയുന്ന കളി കഴിഞ്ഞില്ല. കളി കഴിഞ്ഞതിന് മുമ്പ് കേറി വന്നു. ആണോ? അല്ല നമ്മളോട് അവര് പറഞ്ഞേട്ടാ കേറിക്കോന്ന് പറഞ്ഞ. നമ്മളെ അനധികൃതമായിട്ട് കയറിയതാ. ഇല്ല നമുക്ക് അറിയില്ലേനു. നിങ്ങൾ ഇവര് ടൈം നമ്മളെ അനധികൃത. അല്ല നിങ്ങൾ കളിച്ചോ കുഴപ്പമില്ല. ആണോ? എന്നാ ബാ തുടങ്ങിക്കൂടാ. സ്റ്റാർട്ട് ദ മാച്ച്. ലൊക്കേഷൻ ലീക്കോ? റോക്ക്. ആളെയൊന്നും കാണുന്നില്ല അധികം. ലൊക്കേഷൻ ലീക്കൊന്നും ആയിട്ടില്ല. എന്ത് സമയം എടുക്കും? എന്ത് ആയി കളിയോ? അവര് വൈകിട്ട് വന്നതുകൊണ്ട് അവരിനി കൊറേ ടൈം കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞല്ലോ. അവരെ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. ശബരസ്ഥയിൽ കളിക്കും. നമ്മൾ സ്റ്റാർട്ട് ഫസ്റ്റ് ഫുട്ബോളെ കണ്ടാണ്. ഇത് നല്ല വേനുണ്ട് കേട്ടോ. ചിന്തിക്കുന്ന പോലല്ല. അങ്ങ് ചെറിയൊരു നല്ല വേനുണ്ട്. ചിന്തിക്കുന്ന വേനല്ല. എന്നു പറഞ്ഞ അന്ന എറിഞ്ഞ പോലെ തന്നെ എറി. അന്ന എറിഞ്ഞ പോലെ എറി. അങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ എറിഞ്ഞതാ. ഇത് ഇവിടെയെല്ലാം കൊണ്ടുപോയാൽ നല്ല വേനായിരിക്കും. പൊട്ടിയുള്ള വേന ഓക്സിജൻ കൂടി നിറഞ്ഞിട്ടാ വരിക. നല്ല രീതിയിൽ മർദ്ദസമ്മർദ്ദം ഉണ്ടാവും. നമുക്ക് ഇതെന്താ ഓപ്പറേഷൻ ചെയ്യുന്ന അതിന്റെ മണ്ടേ കിടക്കുന്ന ബോള് കണ്ടാ? അതിലായിരുന്നു നമുക്ക് കളിക്കാനുള്ളത്. അതുകൊണ്ട് ആ ബോളുകൾ കണ്ടാ? ഇതിന്റെ തുണിയൊക്കെ പോയി. സ്പോഞ്ച് സുഖല. അടിയേ നീയേ പുഞ്ചിരി. നമ്മളെ ടീം ജയിക്കൂടാ മൊത്തം. അല്ല നീ ഫുട്ബോളിൽ നീ എന്റെ ടീമാ? ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം ഒരേ ടീം ഷെയ്ഖ് വേഴ്സസ് ടീം തൊപ്പി പാർട്ട് 2. അന്നത്തെ മാച്ച് നമുക്ക് ഇതിൽ ഇർഷാദില്ല. ഇതെന്നാ സ്നീക്ക് പീക്ക്. അന്ന് മുത്ത അടുത്ത കളി എന്ന് പറഞ്ഞാല് വലിയ ബെറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. എല്ലാരും ഫുട്ബോൾ എന്ന് പറഞ്ഞ ഫാമിലി നാളെ കളിക്കാൻ പോവാ. ഒരാള് ഫുട്ബോൾ കളിക്കാം, ഒരാള് ക്രിക്കറ്റ് കളിയല്ല. ക്രിക്കറ്റ് അല്ല, മറ്റേ സംഭവം കളിക്കാം. കണ്ടേറ് എടാ മറ്റേ സാധനം കിട്ടോ? ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുന്ന 70s കളിക്കാം. അത് എടുത്തിട്ട് ആരെങ്കിലും കളിച്ചിട്ട് കാര്യമില്ല. എന്താ നല്ല ലോങ് ഗ്രൗണ്ട് ആണ്. ബോൾ അങ്ങനെ കളിച്ചിട്ട് കാര്യമുള്ളൂ. ബോൾ എറിയുമ്പോഴേ ദൂരെ പോയി കഴിഞ്ഞാല് അത് നമ്മളെ ടീം അപ്പൊ കണ്ടേറോ? കണ്ടേറ് കുഴപ്പമില്ല. കണ്ടേറ് എല്ലാം തെറിച്ചു ഓടും. 70s അങ്ങനെയല്ല. ബോൾ എറിയുമ്പോ തന്നെ അങ്ങ് പോകും. നമുക്ക് രണ്ട് കളി കുറച്ച് ഇതിന്റെ കറക്റ്റ് ബാക്കിൽ അടങ്ങിയൊക്കെ നിൽക്കണം. അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് സമയം chat ചെയ്യുന്നില്ല. ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഇതാ. ഞാൻ കുര്യാക്കോസിനെ വിളിച്ച് ഷെയ്ക്ക് എവിടെ? വാ വിളി. എല്ലാ പ്രാവശ്യം കുര്യാക്കോസ് ഇപ്രാവശ്യം
ഞാൻ അതിനെ വിളിച്ചു ഞാൻ ഷമീർ ഉണ്ട് ഓൾറെഡി ഇതാ ഇൻബിൽട്ടാ ഇൻബിൽട്ടാ. നിങ്ങൾ 3 ആള്. അപ്പൊ ഞാൻ ഒരാളെ വിളിക്കണം. ജാസി ഒരു ഇപ്രാവശ്യം പ്രോ ലെവൽ കളി. കാരണം ഞാൻ കൂടെ ഇതെല്ലാ കളീന്റെ മുമ്പ് തന്നെ പറയല്ലോ പ്രോ ലെവലാണ്. എന്നാ ജാസി മുനാപ്പ് ഗോളി എത്തിച്ച അത്ര സ്പേസ് കിട്ടും. ആ നിങ്ങൾ വിളിക്കേ. അല്ല ജെയ്സി ഉണ്ടേ ജേഴ്സി ഇല്ല പെട്ടെന്നാട്ടാ. ഈ രണ്ടെണ്ണം മമ്മു ഉണ്ട് റാമ്പോ ഉണ്ട്. രണ്ടും എത്തിച്ച ഒരു ഗുണമുണ്ട്. പകുതി പോസ്റ്റ് വരെ നമുക്ക് ഇതാക്കാൻ പറ്റും ഗോളി എത്തിക്കാണെങ്കിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്റെ അടക്കാൻ എന്നാ ഇവനെ വേണ്ട നമുക്ക് മമ്മൂനെ മതി. മമ്മു ടൈം വെച്ചിട്ട് കളിക്കാം. ടൈം വെച്ചിട്ട് കളിക്കാം അല്ല. ബോളോട്ടെ കൊറേ കാലയുടെ ചവിട്ടിട്ട് ഞാൻ ലാസ്റ്റ് അന്ന് ചവിട്ടിയതാ. ചവിട്ടിയോട്ടെ. ബാവാ ജാസി. ആ കുരി ഒന്ന് അടിച്ചു കാണിച്ചേ. കുരി അടിച്ചു കാണിച്ചേ. പവർ കാണിക്ക്. കുര്യന്റെ ലെഗ് പവർ നോക്കിയാ. എന്താ പോരാ കുര്യാ പോരാ. എയിമാവണല്ലോ. ഇത് വാമപ്പൊന്നും വേണ്ട. ഉളുക്ക് വരൂലേ? അതെങ്ങനെയാന്ന് ഞാൻ പറയണ ഷമീറിനൊരു തിരിഞ്ഞു കേട്ടോ. എടാ അതെന്തേ അങ്ങനെ എന്തോ നീ ബോള് കൈ പിടിച്ചാ അറിയാ മോനെ. ഇല്ലടാ എടാ അത് നോക്കടാ പൊട്ട. ഏത് ആ മതില് അന്നറിയാനല്ലേ ഞാൻ തരുന്നു. എറിയൂ നീ എന്റെ ബോള് കൈമ പിടിക്കുന്ന കണ്ടാ അറിയാം. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എന്താണ് ഇങ്ങനെ പറയും. നിൽക്കുന്ന ഇത്ര പേടിയാ. ഏതാ ഒരുപാട് ദൂരമുണ്ട്. ആള് കുറവാ. സാധനം ഇതിട്. എടാ ഇവിടെ ഒരു ബോൾ ഉണ്ടല്ലോ. കൊണ്ടില്ല. എടാ നീ എന്തൊരു നാറിയാടാ. അത് കൊണ്ടുവരും പൊളഞ്ഞല്ലേ. എടാ ഞാനില്ല ഈ കളിക്കാനില്ല. അങ്ക് പേടിയായി തുടങ്ങി നാറി. വാ തുടങ്ങ. ഇതെന്താ നീ ടാങ്കർ ലോറി എന്താ ബോളും കൊണ്ട് കളിക്കുന്നത്? ടാങ്കർ കളി തുടങ്ങാ. അത് എല്ല് വരാൻ തുടങ്ങിയാ കുര്യാ മമ്മോ എല്ല് ചാറ്റ് മൊത്തം എല്ല് കളി തുടങ്ങാ. ബീരങ്കി എല്ലാരും എവിടെ ഇതാന്ന് വീടല്ലേ. അല്ല ഇതല്ല ഇവരുടെ ഇങ്ങനെ കളി. വയസ്സ് പക്ഷെ നമ്മള് 4 ആളല്ലേ ഉള്ളൂ. ഒരാളെ കൂട്ടിയാലോ എവിടെന്നെങ്കിലോ വേണ്ട. അല്ല ഇങ്ങനെ കളിക്കലല്ല അതിന്റെ ഒരു ഭംഗി. അല്ല അത് ഭയങ്കര കുറവാണ്. ഓക്കെ ഇത് ഫോർസാ ഏത് അതിൽ അടിയാ. ആ ഓറലോസ് -999 പ്ലസ് അല്ല അതില് നാടൻ നോക്കിയാ -999 പ്ലസ്. ഇതൊക്കെ എന്നെ കൊണ്ടും പറ്റും. എടാ ഇതെങ്ങനാ ടീഷർട്ടിന്റെ ശരത്ത് കാണിക്കും. അതൊന്നും ഇവിടെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ആ ശരത്ത് ചെയ്യുമ്പൂല നോക്കട്ടെ. റാംബോ ചെയ്യുമ്പോലോ അത് നോക്കാലോ. റാംബോ ചെയ്യുന്ന പറയുന്നത് കാണാലോ. ഈ ബീരങ്കി എന്താ കാണിക്കാൻ പോകുന്നത് നോക്കാം. ഈ പാൻസർ ലോറി എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാം പറയുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്ന. സ്റ്റാർട്ട് എടുക്ക. നിങ്ങക്ക് ഡബ്ല്യു ക്യാമറ എന്ന് പറയുന്നത്. ഡബ്ല്യു ക്യാമറ പുതിയ ആളാ. മോനെ ബോളൊന്നും ഇവിടെ വെച്ചിട്ട് കളി തുടങ്ങും. അല്ലെങ്കിൽ ആരും കളിക്കാൻ പോയില്ല. എവിടെയാ നീ സെന്റർ എവിടെയാ? ഈ മമ്മൂന എടാ സെന്റർ ആര്
എന്നാ മറ്റേ ബോൾ എടുക്ക്. ഈ പാണ്ട നമ്മളെ ഗോളിക്കട്ടെ അല്ല വേറെ ബോളതാ, അതെ ബോളതാ. അതൊന്ന് എടുത്തിട്ട് ഓടിപ്പോയിട്ട് എടുത്തിട്ട് ഓട്. ഓടുന്ന ഇവൻ ഭയങ്കര പൈസക്കാരനല്ല, പിന്നെന്താ ഇങ്ങനെ ചെയ്യുന്ന? ഇവനെന്തീ കാണിക്കുന്ന? ആ ലൈവില് മാസടിക്കാൻ നോക്കുന്നതെന്ന് തോന്നിട്ട് ഇവൻ 10 മിനിറ്റാ ഞാൻ പറയുന്നത് ഇവിടെ സെന്ററിൽ ബോൾ വെക്കാൻ. ഇവരിങ്ങനെ അടിച്ചു തീർപ്പിക്കാൻ. കുരിയ മെല്ലെ അടിക്കണം. നമ്മളൊന്നും കാര്യം പറയാലോ, മറ്റേ കളിയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. നമ്മള് ടീം ഒരാളും കൂടി ഉണ്ടല്ലോ. ആണോ നമ്മളപ്പുറത്താ? നിങ്ങളപ്പുറത്താ. ഈ റാംബോ ടാങ്കർ നമുക്കാ? ആ പാൻസർ നിങ്ങൾക്ക്, പാൻസർ ലോറി. ആര് വിളിച്ചേ? നിങ്ങൾ ചീറ്റ് ബോർഡ് എടുത്ത് അടിച്ചല്ലോ. ഈ കളിയിൽ ഗോളിയൊന്നുമില്ല. നിങ്ങൾ മമ്മൂനെ വിളിച്ചാണോ നമ്മള് റാംബോനെ വിളിച്ചാണോ? നമ്മൾ ഈ പാണ്ടനെ വേണമെന്ന് പറഞ്ഞു, നിങ്ങൾ പാൻസറിനെ വേണമെന്ന് പറഞ്ഞു. ആണോ? ബാ. അല്ലല്ല മമ്മു നീ പോസ്റ്റ് ഗോളി നിൽക്കൂലല്ലോ. പിന്നെന്തിനാ നീ? അഖിലടാ പറഞ്ഞില്ല. അഖില് വീട്ടില. അഖിലിപ്പോ വർക്ക് ഫ്രം ഹോമാ. ഓന് നമ്മൾ എടുക്കുന്ന വീഡിയോസ് എല്ലാം ഓന് അയച്ചു കൊടുക്കും. അവന് വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അയച്ചു തരും. അതാണ് ഇപ്പത്തെ പരിപാടി. മനസ്സിലാവും? എന്താണ് കുറച്ച് തടി കൂടി പോയി വിചാരിച്ച് ഗോളി ഞാൻ നിന്ന കളിന്റെ ഫ്ലോ അങ്ങ് പോകില്ല. ഓക്കെ നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റുമോ? ആ ഗോളടിക്കാനുണ്ടോ? മര്യാദക്ക് പാസം വന്നാ മതി. നിന്റെ നമ്മള് നമ്മള് തട്ടിയ വർത്താനൊന്നുമില്ല. നമ്മള് തട്ടിയ എന്നാ കോയിൻ ഫ്ലിപ്പ് ബെറ്റിനുണ്ടോ? ബെറ്റുണ്ടോ? ബെറ്റുണ്ടേടാ വേണ്ടല്ലേ? ബെറ്റ് നമുക്ക് സെറ്റ് ആക്കിട്ട് വേറെ. ബെറ്റ് ചെയ്യുമ്പോ എന്താ പ്രശ്നം? അടിയാവണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഫുള്ള് ഈഗോ ക്ലാഷ് അല്ലോ. ബെറ്റ് വേണ്ട. ബെറ്റ് വേണോ ഗൈസ്? ബെറ്റിന് കളിക്കണോ? ഇതെന്താ ക്യാമറമാൻ അങ്ങോട്ടല്ലേ ഓടുന്നത്? ഇതെന്താ? ഒറ്റ പുതിയ ഒരിക്കലും കളി അത് വേറെ ആരും കയ്യിൽ കൊടുത്താ പോരെ? അത് നീ ആലോചിക്കണം. ഫുട്ബോൾ അങ്ങനത്തെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഗോൾ അടിക്കാൻ പറ്റും? ബെറ്റ് വേണോ വേണ്ടേ? ലാസ്റ്റ് നമ്മള് ബെറ്റ് കളിച്ചപ്പോ ഫുൾ അടിയാ, അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങളായി. ബെറ്റ് വേണോ വേണ്ടേ? അടിച്ചണ്ണാക്കിൽ അങ്ങ് തീർത്തു കൊടുക്കണം. ഇവരെ കൂട്ടത്തിൽ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറ. കുതിര ഓടുന്ന പോലെ ഓടുക. ഓർഡർ വേണോ? സ്റ്റോൺ പേപ്പർ സീസർ. സ്റ്റോൺ പേപ്പർ അതന്നെ. സ്റ്റോൺ പേപ്പർ സീസർ. പോയി ഞാൻ ആദ്യം കാട്ടിച്ച് കണ്ടിന്. ഇല്ല ബെസ്റ്റ് ഓഫ് 3. ബെസ്റ്റ് ഓഫ് 3 രണ്ടെണ്ണം കൂടി. കാരണങ്ങൾ പറയുന്ന സ്റ്റോൺ പേപ്പർ സീസർ. സ്റ്റോൺ പേപ്പർ സീസർ. പോയില്ലേ നമ്മള്? അല്ല ടച്ച് അല്ലടാ, ടച്ച് ഒന്നും കാര്യമില്ല. നമ്മള് 4 ആള്. ഗോളി ഉണ്ട് നമുക്ക്. നമുക്കൊരു ടാങ്കർ ഗോളി ആയിട്ടുണ്ട്. കളി തുടങ്ങി. അല്ല ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നില്ല, എനിക്ക് കളിക്കാറില്ല. കുര്യാക്കോസ് സാർ അടാ കീപ്പർ നിക്ക്. നമ്മള് ടച്ച്. നീ ഇങ്ങ് എന്നിട്ട് ഓടിക്കോ, ഞാൻ തരാം. തുടങ്ങിയ കുര്യ. അല്ല എന്റെ ഫോണേ. അടാ നോനിയോ ഇത് എന്റെ ഫോണെന്ന് വിളിച്ചാ. അതൊന്നുമില്ല. ഗോള് വെറുതെ കളിക്കുന്നല്ല. ഇത് വേണ്ട. ബെറ്റില്ലല്ലോ. എന്തായാലും തോൽക്കുവേ. ബോൾ എടുക്കടാ. അതിൽ കുര്യ വിടല. കുര്യനുള്ളോണ്ട് നമ്മള് തോക്കൂലടാ. കാല് വെച്ച് കളിച്ചാ. മമ്മ അവരുടെ ടീമല്ലേ? എന്ത് ഒറ്റപ്പൂതി. അടിക്കടാ. അടി കുര്യ. അടിക്കാറ് അടിക്കേ. ഇല്ല നമ്മള ഞാൻ പുറത്തുനിന്ന് പ്ലേസിന് ഇറക്കേണ്ടി വരുമല്ലോ. ഒരാൾ സൈഡ് വാ, ഇപ്പുറം വാ. ഓക്കെ നീക്കി കൊണ്ടോ. അടിക്ക് കൊറേ നോക്കല്ലേ. ബെറ്റൊന്നല്ല, വെറുതെ കളിക്കുന്ന. അടിച്ചോ. എന്തെന്ന് നീ എന്റെ ഇല്ല. ഔട്ട്.
ഇല്ലടാ കളിച്ചാലില്ല. കാലി പോസ്റ്റ് അടിക്കേ അടിക്കേ. മമ്മുവോ ഞാൻ തന്നില്ലേ. അതിൽ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട് പാവം. പക്ഷെ കുര്യനെ ഒന്നും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല മൊത്തം. അതാണ് കുര്യൻ പവർ. കുര്യൻ പവർ അതാണ് കുര്യൻ പവർ. ആടെ മുട്ടണേ. അതിൽ പോരാ 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 പോരാ. പോയി വേറെ ബോളില്ല. ഈ ബോൾ അടിപൊളിയടാ. ആള് കമ്മിയായിട്ടേ ഓടുക. കേറിക്കോ ഉള്ളിൽ കേറിക്കോ. അതാ അല്ലാ. ഓ ഗോളി ഗോളി. അമ്മതേ അവിടെ അങ്ങ് നിന്ന് കളിച്ച ശരിയാ പറ്റൂല. ശ്വാസം കിട്ടില്ലല്ലോ. കോർണറാ കോർണറാ. ശ്വാസം കിട്ടില്ല. കുര്യനോട് കുര്യനോട് എന്താ പടാ ഇതിന്റെ അപ്പുറം വരെ നിക്ക. അതറിയോ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു വെച്ചിട്ട് ഗോളായത് ഓർമ്മയുണ്ടോ? അടാ ബാക്ക് ഇറങ്ങ. കുര്യനെ ഫൗളാക്കിയാലും ആടുന്ന് കൊറേ ആള് ചൂടാന്നുണ്ട്. പിന്നെ അത് ഫൗളാന്ന്. എടാ ഔട്ടല്ലേ. ആടെന്തല്ലോ നടക്കുന്നുണ്ട് അൽവിര. അടിച്ചു തെറിപ്പി കേടത്തി തെറിപ്പിച്ച കുര്യാ. കുര്യനോട് കുര്യനോട് എന്താ ജാസി ഓന് കൊടുക്കും. ഓന അടിക്കും. ഔട്ടല്ലേ ഔട്ടാ. ഇതിലാറ് നല്ല പാസ് ഒന്നും കിട്ടൂലേ. അങ്ങനെ ആദ്യം മമ്മൂന്റെ ബോൾ കിട്ടിയല്ല. നീ അതിനെ മാർക്കിട്ടെ. നീ അതാ കളി. ഓ മുടി കണ്ണു കറങ്ങാൻ മുത്തേ. എടുക്കടാ. സിനാൻ ഇറക്കണോ നോക്കുന്ന ഗൈസ്. കാണികൾ കൂട്ടുന്ന രണ്ട് പ്ലേയേഴ്സിനെ രണ്ടാളിറക്കിയാലേ ഇത് ശ്വാസം പറ. കാണികൾ കൂട്ടുന്ന രണ്ടാൾ ഇറക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല പ്ലേയേഴ്സ്. ഇതെന്തേ ഇവിടെ മൊത്തം ആള് വന്നടാ. അവിടെ യൂനിസിനെ ഇറക്കി കൂടിനാ അമ്മോ. എടാ നീ കളിക്കുന്ന ഒരു രണ്ടാളെ കിട്ടോ നോക്ക് കളിക്കാൻ അറിയുന്ന. നമുക്ക് പ്ലാനിങ് കടാ. ആരുടെ ഏത് ഭാഗത്തുനിന്ന് ആളെ സെലക്ട് ചെയ്യാം? കളിക്കുന്ന കളിക്കല്ല. ബാ ഓക്കെ ഗൈസ്. നമുക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് നല്ല പ്ലേയേഴ്സിനെ ഇറക്കുന്നുണ്ട്. എന്താ മോന്റെ പേരെന്താ? ഇസാനോ? അപ്പൊ ഇസാൻ ഫ്രം ചെങ്ങരയാ ചെറുകര. ഇസാൻ ഫ്രം ചെറുകര നമ്മളെ പുതിയ പ്ലെയർ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇറക്കിക്കോ ഗൈസ്. ആരും കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാള് എനിബഡി ഉണ്ടോ? അല്ല അവന്റെ അതേ വലുപ്പം പ്രായമുള്ള ആള് മതിയാ. ഇവന്റെ അതേ ഏജുള്ള ഒരു ടൈപ്പ് മതി. വരുന്നോ പെട്ടെന്നോ? അല്ല ഗോളിയല്ല. അടാ ഇവന്റെ അതേ പ്രായം ഏജുള്ള ആളെങ്ങനെ വേണ്ടേ? അല്ലേ ഫെയർ ആവോ? അതെ. ആരാ വരുന്നേ? ആര് വന്നു? അല്ല ആള് വന്ന്. എടാ മുത്ത ഓൻ ആദ്യം പറഞ്ഞടാ. ഓൻ ആദ്യം പറഞ്ഞു. എടാ പെട്ടെന്ന് വാ. ഓനാണ് കൊറേ സമയത്ത് ആടെ നിന്നിട്ട് നമ്മള് കളിക്കുമ്പോ ഒച്ചപ്പാടാക്കുന്നത്. അതാണ് തോന്നുന്നു സിനാന്. നമുക്ക് നോക്കാം. എന്തായാലും സിനാൻ വരുന്നുണ്ട് പാവം. ഒരു ചെക്കനും അവന്റെ ഫ്രണ്ട്സെല്ലാം കൂടി തള്ളിക്കൊണ്ട് നല്ല പാസ് കൊടുത്തിട്ട് ഈ പൊട്ടം ഇതാക്കുന്നില്ല. ഇവൻ പൊട്ടം ഇതാക്കുന്നില്ല. പെട്ടെന്ന് അതെല്ലാം ഗോളേന്. എനിക്ക് എന്റെ കോമ്പോ പോയി. നീ ഇല്ല, നീ കീപ്പറായ എന്റെ കോമ്പോ എങ്ങനെ കിട്ടും? ഓന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഓരോ തള്ളി എല്ലാവർക്കും പറ്റുന്നത് അത്ര കയ്യിന്റെ മുന്നിൽ ഇസാനാ നമ്മളെ തിളങ്ങുന്ന പ്ലെയർ. ഇസാനാണ്. എന്താ പേരെന്താ? നിന്റെ മൈക്ക് എന്ത്?
ഇത് ഷെയ്ക്കിന്റെ എന്താ മൈക്കോട് ഷെമീറോട് അല്ല ഇവന് ആടുന്ന് ഭയങ്കര ആവേശം ഇടത്തേരെ മറ്റേ നീ ഇത്രയും സമയം ആടുന്ന് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. സിനാനല്ലേ നിന്നെ സിനാനെ നമ്മള് വിളിക്കും. അതൊന്നും പറ്റല്ല. നിന്നെ സിനാന. അപ്പൊ നിങ്ങക്ക് സിനാന്, ഞമ്മക്ക് ഇസാന്. അപ്പൊ അതാണ് കളി. മമ്മു കോളി കളി തുടങ്ങാൻ മമ്മു കോളി സിനാൻ കോളി സിനാനാ കോളി. ഇല്ല സിനാൻ കേറി കളിക്കണം. ഗോളി ആരെങ്ക നിക്ക്. ഞാൻ ഗോളി ഇന്നാ നടക്കൂല. ഞാൻ പ്ലെയർ. നിങ്ങളാരെങ്ക മമ്മു ഗോളിക്ക്. അതെ ഞാൻ പറഞ്ഞ മമ്മു ഗോളി നിക്ക്. വാ സിനാനാടാ വാ മോനെ വേഗം വാ. 10 മിനിറ്റ് കഴിഞ്ഞു പോണേ. 10 മിനിറ്റ് ഞാൻ ഇപ്പൊ അടിച്ചിട്ട് വരാം ഒരു ഗോള്. കളി മുമ്പോട്ട് പോണ്ടേ. എടാ നമ്മള് ജയിപ്പിക്കണം. ഫുൾ പാസ് തരണം ഞങ്ങക്ക്. നമ്മൾ ഒരേ കളർ ജയിച്ചു. നീ ഫ്രണ്ടിൽ കയറി കളിക്കും. വേറെ വർത്താനൊന്നുമില്ല. നമ്മള് തുടങ്ങിയാ തുടങ്ങിയതാ. ഓക്കെ വാ. സ്റ്റാർട്ട്. കുര്യനോട് മമ്മൂനെ കൊണ്ട് ആദ്യമായിട്ടൊരു വാരം. ഒന്നും വരൂലേ. കോർണർ കൊടു നീ അപ്പുറത്തല്ലേ. മമ്മു കൊറേ ഷോ ഒന്നും കളിക്കല്ലേ. നീ തട്ടിയ ഒരു ബോൾ അറിയാണ്ട് തട്ടിപ്പോയി ഇല്ല ഔട്ടാ. ഏടാ പുറത്തടിച്ചിട്ട് ഓർഡർ ആണോ. കുര്യൻ കേറ്. ബോൾ കൊടുത്തിട്ട് വാ. ഇവനൊരു വായെന്ന് തോന്നുന്നു. എടാ ചെക്കന് ബോൾ കൊടുക്ക. ചെക്കന്റെ കളി നമുക്ക് നോക്കാലോ. ഇസാന്റെ ഷെയ്ക്കേ ആദില മേത്തടിക്കാനുള്ള പരിപാടിയാ. ഞാൻ എന്താക്കട്ടെ. പെട്ടെന്നായിക്കോട്ടെ. ഞാനല്ല നിങ്ങളല്ലേ അടിക്കണ്ടേ. കളിച്ചോ. ഇത് കോർണറല്ലേ. പെസ്സിൽ അങ്ങനല്ലേ. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ട് വെറുതെ. നീ മുന്നിൽ കയറി കളിച്ചേ. നീ പോയാ കളിക്കറിയുന്ന ആള് മുന്നിൽ പോ. നീ മുന്നിൽ പോ. ജാസി ബാക്കിൽ വന്നേ. ചെക്കനോട് ബോള് കിട്ടി മുത്തേ. ഞമ്മക്കല്ലേ. എടാ നീ ഞങ്ങക്ക് തരണം. ഞങ്ങക്ക് കളിക്കാൻ അറിയില്ല. ഞമ്മക്കല്ല കുര്യാടി പാവത്തിന് എല്ലാരും കൂട്ടി ഊക്കുന്നാടാ. അവന്റെ ഫ്രണ്ട്സ് മൊത്തം പുറത്ത് നിന്നിട്ട് ഊക്കുന്നത്. അയ്യോ ചാർജ് അത്ര അല്ല കുഴപ്പമില്ല. കുറച്ച് സമയം കൂടെ നിൽക്കും. 70 Pro Max അല്ല. മോനെ ആരെങ്കിലും ഒരു ഗോൾ അടിക്കോ. ഇതെന്തെന്നാ ഗോട്ട് കാര്യം. ഇവരെല്ലാരും ഗോട്ടെന്നാ വിളിക്കുന്നത്. സിനാന്റെ ബോൾ കിട്ടുന്നതോടുകൂടി ഫുൾ ആവേശമാണ് സ്റ്റേഡിയത്തില്. പോയി ഷെമീറാണ്. അടിക്കൂല പേടിക്കണ്ട. വാടാ ഞാൻ തിരിച്ചു തരാം. നമുക്കാ ഷെമീറിന്റെ കയ്യിൽ ബോൾ കിട്ടിയാ നമ്മള് സേഫാ. അല്ല കോർണർ വെച്ചടിക്ക്. ഓക്കെ സിനാനെ ഇല്ല അങ്ങോട്ട് അടിക്കാം. കുര്യ കേറിയാ നീ അതിനെന്തിനു മാർക്ക് ചെയ്യുന്നത്. ഞാൻ അതിന് കളിക്കാനൊന്നും അറിയില്ല.
അടിക്കടാ അടിക്കടാ പോലെ എടാ താടാ സോറിയടാ കളിയടാ മുത്തേ കേറാ മുത്തേ അടിയടാ ഇല്ല ഇപ്പൊ കൊടുക്കല്ലേ അടി എന്താണ് കാണിക്കുന്നത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തട്ടാവാ പെട്ടെന്ന് തട്ടിയിട്ട് ഒരു ഗോൾ അടിക്കാലോ വാ അടുക്ക് പോയിട്ട് അവരാഘോഷിക്കട്ടെ എങ്ങനെ പെട്ടെന്ന് ആരെ ഗോൾ അടിച്ചാണ്ടിരാ ആര് നീയാ ഞാന് ഷെമീറാന്നോ ആദിലല്ലേ നീ പാസ് ഇട്ടപ്പോ ഇവന്റെ കാല് തട്ടിയിട്ട് ഉള്ളിൽ കയറി എന്ത് ഷെമീർ ഗോൾ അടിക്കാനൊന്നും അതെന്തിനായോ ഇതാണ് നമ്മൾ പറ്റുവെക്കാത്തത് അല്ല ഷമീറ എടാ ഇതെന്താ അതിലെ ചീറ്റിംഗ് ആണേ കുര്യ നീ മുമ്പിൽ കയറാ നീയെ ഗോളടിക്കോ നീ മുമ്പിൽ കയറ് കുര്യാടി കുര്യ ഗോളല്ല ഹാൻഡ്ബോളാ ആർക്കാ ഹാൻഡ്ബോള് ആരാ എന്റെ ഹാൻഡ് ബോൾ എന്തോ ഉണ്ടായിരുന്നു എടാ ഹാൻഡ്ബോളാ ഗോളല്ല ഗോൾ ഇതാ കാണികൾ ഗോളാ പറയുന്നത് വെറുതെ കള്ളം പറയുന്നത് ഞാനല്ല ഒന്നേ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കും മോനെ ഒന്നേ എന്താ ഈ ഓവറാക്കുന്നത് ഷമീറ എത്ര പോവാ ഞമ്മക്കാണോ ഇതാ തൊപ്പിക്കോട് എനിക്ക് അന്നൊക്കെ ബോള് മിസ്സാവേ ഓയ് നൈസ് അതെങ്ങനാ ഗോൾ 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 ബാക്കിലല്ലോ പോയത് അല്ലല്ലോ ഗോളാ ക്യാമറ ഫ്ലിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ മോനെ ഇതൊന്നും അറിയില്ലേ കണ്ടോ നിന്റെ മുഖം കണ്ടോ അപ്പൊ നീ മുഞ്ചി അജ്മൽ എന്താ അവന്റെ പേര് ലുങ്കി അയച്ചേ ആര് സിനാം ഉണ്ടയിച്ചാ നീ കളി മാറും മുത്തേ സിനാം ഉണ്ടയിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഇനി കളി മാറും പോലും ഇവ ആളൊരു ബുദ്ധിങ്ങിയാന്നല്ലടാ ഓയ് ബാക്ക് കൊടുക്ക് കുര്യനോട് മമ്മു കുടിച്ചേവാ അതിന് മമ്മൂനൊന്നും പോസ്റ്റിന് തട്ടിയാൽ മമ്മൂന് തട്ടിയാലും ഒരുപോലെ രണ്ടും ഒരു പോസ്റ്റാണ് എടീ സിനാൻ ആളൊരു ബുദ്ധിങ്ങിയാന്നല്ല ഇവ ഇത്രയും സമയം പോസ്റ്റിന്റെ പുറത്തുനിന്ന് കൊറേ വർത്താനം ഗാലറിയിൽ എടുത്തിട്ട് ഇത്രയും വർത്താനോ ടിപ്പിയും ബുദ്ധിങ്ങിയാന്നല്ലോ ആണോ അതിലേ ഇങ്ങോട്ടാ അതിലിങ്ങ അതാ സേവ് സേവ് വേണ്ട നീ ആ സേവ് വേണ്ട ക്യാമറയില് ആ സേവ് വേണ്ട മോനെ അതിലേത് സീനാണ് ഓന്റെ മൂക്ക് പോയി എന്ത് കളിച്ചിലൊക്കെ നമുക്ക് ടിക്കറ്റൊക്കെ അടിക്കാം അതൊന്നും ഇല്ലാത്ത കോളാണ് ഇതാണ് ടിക്കറ്റ് എന്താണ് കുറുക്കൂറെ ടിക്കറ്റ് നമുക്ക് കളിക്കാനും അറിയില്ല നമ്മളിങ്ങനെ എന്തെല്ലോ പറ്റിക്കല് എന്തെല്ലോ അല്ല ഇവർ എന്തെല്ലോ കള്ളക്കളി നിന്നെക്കാളെ ചെക്കൻ കളിക്കുന്നുണ്ടാ ചെക്കനാ നമ്മളെ പ്ലെയർ ഗോള് അത് ഗോളല്ല കാര്യം ചെക്ക ഒറ്റതാ
ബോള് തട്ടിയൊന്ന് നേരെ ഗോൾ പോസ്റ്റിലേക്ക്. മാസേറി മുഖാക്കുന്നുണ്ട്, ചെക്കനാക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മളല്ലേ അടിക്കണ്ടേ? എന്ത് നിക്ക് എന്ത് 2-2. കുരിയാടിടാ. ഓ ഈ മമ്മൂ എന്ന് പറഞ്ഞ ഇതിനെ കയങ്ങിന് എന്തിനാ നമുക്ക് തന്നിന്? ആടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മുട്ടായിയെല്ലാം കൊടുത്തിട്ട് വാങ്ങാനെല്ലാം പോയെന്ന്. അപ്പൊ ഗോളടിക്കും നിങ്ങള്. എടുക്ക്. ഓ അവന്റെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ അടിച്ചോളാം. നമുക്കാണ് ഇപ്പൊ എത്ര ഗോൾ? എത്രയാ? നമുക്ക് 5, നിങ്ങൾക്ക് 1. എടാ 2-2 ആ ഇത് എവിടുന്ന് ഇത്ര ആള് വന്ന? ഇതെന്താ സംഭവം? ചാറ്റ് ഇതെന്താ സംഭവം? ഇത് എവിടുന്ന് ഇത്ര ആള് വന്നതിന്റെ ആള്? ഇതെന്ത് ചാറ്റ് ഒന്ന് നോക്കട്ടെ. എന്റെ ചാറ്റ് എവിടെ? എന്താണ് ചാറ്റ് എവിടെ? ചാറ്റ് ജാസി ചാറ്റ്. ഇല്ല കളിയായിരുന്നു അവനെ. യൂൻസോ? പോ ഞാനൊന്ന് ചാറ്റ് നോക്കട്ടെ. കുറേ സമയം ഞാൻ ചാറ്റ് നോക്കല്ലേ. ആദ്യമായിട്ട് നെറ്റൊന്നും കട്ടാവാണ്ട് ഒരു സ്മൂത്ത് സ്ട്രീമിങ്. 3-2. ഫേസ് ലീക്കടോ? ചെക്കന്റെ ഫേസ് ലീക്ക് ആയല്ലേ പാവം. ഫസ്റ്റ് ഗോൾ ഷമീറല്ലേ? നീ പുച്ഛിച്ച് കളഞ്ഞ ഷമീറല്ലേ ഗോൾ? ഷമീറിന്റെ കാല് തട്ടിയിട്ട് അറിയാണ്ട് ഗോൾ പോയി. അതെന്ത് വർത്താനം? ഹാഫ് ടൈം കഴിഞ്ഞു. ആദിൽ ഞാലെ കളിക്കുന്നതാണ്. സൗണ്ട് ലാഗ് ഉണ്ടോ ചാറ്റ്? ഒന്നല്ല എത്ര ചാർജ്? എത്രയായി? പവർ ബാങ്ക് 15. പവർ ബാങ്ക് ഇല്ല. പവർ ബാങ്ക് കുത്താൻ പറ്റില്ല. നമ്മള് മൈക്ക് കുത്തിയിട്ടല്ലേ ഇതില്. പവർ ബാങ്ക് കുത്താൻ പറ്റില്ല. ചാർജ് വളരെ കുറവാണ്. അതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ലൈവ് ഉണ്ടാവും. കാരണം 15% ഉള്ളൂ ചാർജ്. പെട്ടെന്ന് കളിക്കാം. പെട്ടെന്ന് കളി തീർക്കാം. ചോര വരുന്നുണ്ടോ? ആരുടെ ചോര വന്ന്? 3-2. ആ നിങ്ങൾക്ക് 3, നമുക്ക് 2. അതന്നെ. ആ ശരിയാ. അമ്മോ കുര്യനെ ആയിക്കോളാം. ഇവനെ ഗോട്ട് റിയൽ ഗോട്ട് എന്നെല്ലാം പറയുന്നു. കുര്യ പെട്ടെന്ന് കൊടുക്ക്. പെട്ടെന്ന് കൊടുക്ക്. കുര്യ ഷെയ്ക്ക അടി കുര്യ. കുര്യ എന്ത് കളിയല്ലേ? ഏതാ കളിയൊക്കെ? ഞമ്മളാടാ. അങ്ങനെ നമ്മളല്ലേ തട്ടിട്ടല്ലോ ബാറും അടിച്ചോ? ജാസി ഒരു വേസ്റ്റ് ആണല്ലോ. ഞാനൊരു കാര്യം പറയാം ചാറ്റ്. കളി തുടങ്ങിയിട്ട് ബോൾ എന്റെ കൈമ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കളിക്കാൻ അറിയാത്തോണ്ട് അല്ല. നിങ്ങളെ റിയൽ ഗോട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിനാന്റെ റിയൽ ഗോട്ട് കയറിയതിനു ശേഷം കളി തുടങ്ങി. കൊടുക്ക. എടാ എന്റെ ചാറ്റ് ലോഡാവുന്നില്ല കേട്ടോ. നെറ്റ് കിട്ടുന്നില്ല. ചാറ്റ് കാണുന്നില്ല. നമുക്ക് ഒന്ന് യൂട്യൂബ് ഓൺ ആക്കി തരുമോ? ഏതെങ്കിലും ഫോണോ? നെറ്റുള്ള ഫോണോ?
ഹോട്ട്സ്പോട്ട് ഒന്നും വേണ്ട യൂട്യൂബ് അത് മതി അത് മതി അഖിൽ അഖിൽ ഇത് എത്ര 10 പ്രാവശ്യം പറയണം അഖിൽ വീട്ടിലാന്ന് നിങ്ങളെന്താ മണ്ടന്മാരാ എടാ ഇപ്പൊ ഫോണിൽ ചാർജ് തരും ലൈവ് ഇപ്പൊ നിൽക്കുക പെട്ടെന്ന് കോൾ അടിച്ചേ കളി തീർക്കും ഒരു മിനിറ്റ് വാ 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 കൊടുക്ക എടാ കോനി കൊടുത്താ പോരേനോ ഇതെന്തീ മമ്മു ആടെ അടിച്ച് തെറിപ്പിക്കുന്നത് വേഗായി എടാ കൊറേ സമയം ബോൾ കിട്ടിയിട്ട് ഒന്ന് ബോൾ നോക്കട്ടെ ഇല്ല ഞാൻ ഗോൾ കൊടുക്കൂല താ ഇവന്റെ കയ്യിൽ ബോൾ ഇട്ടല്ലോ ഗോൾ അടിക്കലോ ഒന്ന് ഒരുമിച്ചായിരിക്കും ഏത് നീ അത് എത്ര ഈസി ആയിട്ട് അടുത്ത ബോള് എടാ ഒന്ന് ബോളോ എന്ത് ബോള് അത് ഇതെന്താ ഇങ്ങനെ അടുത്ത് വരാൻ പറ്റോ കോർണറിന് വാ വാ ഔട്ടല്ലേ ബോളാ ഓഫ് ഇങ്ങനെ ഔട്ടാകുമ്പോ എന്റെ ബോൾ കിട്ടുന്നുള്ളൂ കേട്ടോ തന്നെ എങ്ങനെ അങ്ങനെ പറഞ്ഞാ കിക്ക് എടുത്തെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം എന്താ ആയില്ലേ ബോൾ കിട്ടിയില്ലേ ഇല്ല ആയില്ല നീ ദൂരെ പോണം ദൂരെ പോണമെന്നൊന്നില്ല പിന്നെ നീ ഇവിടെ നിക്കാൻ പറ്റില്ല ഞാൻ ബോൾ അടിക്കാനടാ വാ ബോളില്ല എന്താ നീ ഇല്ല ഷമീറിന്റെ ടച്ച് നീ എന്തൊരു പണ്ടടാ അത് ശരിക്കാ ഒന്ന് ബോൾ കാടാ ഒന്ന് ഒരു ചവിട്ടി ഔട്ടട്ടെ കൊറേ സമയം ഞാൻ നോക്കുന്നത് എടാ ബോളിംഗ് താ കൊറേ കളിക്കല്ലേ ബോളിംഗ് എന്താ കട്ട് ചെയ്യാൻ പറ്റില്ല നീയാ ഇപ്പുറത്തേക്ക് എല്ലാരും മാറി തന്നാ പോലും നീ അത് ഗോൾ അടിക്കൂലെന്നാ പറയുന്നത് ആര് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അത് നമുക്ക് കാണാം വാ നിന്റെ കാലിലാണേ ഞാൻ തരാം അങ്ങനെ ചവിട്ടാൻ കിട്ടട്ട് മാറ ആയിരിക്കേ ഓക്കെ നീ എന്ത് ഇങ്ങനെ നിൽക്കുന്ന ദൂരെ പോണം അത് കോളാ എന്താ മമ്മു കാണിക്കുന്നത് പുറത്തടിക്കാൻ വേണ്ടിട്ട് ഓൻ വലിയ ഇങ്ങനെല്ലാം ആക്കും എന്നിട്ട് എവിടെയോ അടിക്കും നീ പോടാ 10 പ്രാവശ്യം അവൻ അങ്ങനെ ചെയ്യുന്നത് ഷമീറെന്ന് വിളിച്ചോ വലിയ എംബാപ്പേനെ കൊടുക്കൂല കളിക്കാൻ തരാം ബോള് തരോ ഇവരെന്ത് കളിയായി കളിക്കുന്നു എടലോ അടിക്കുന്നു ഈ ടാങ്കർ ഇവിടുന്ന് ഇത് ശരിക്കും 5 പോസ്റ്റ് തന്നെയാ നീ ഞാനൊരു മണ്ടൻ തന്നെ അല്ലേ അല്ല എനിക്ക് ഞാനൊരു ഗോൾ അടിച്ചു ഞാനൊരു ഗോൾ അടിച്ചു നീ അറിയാതെ പോലും നിന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതെനക്ക് മടുത്താട്ടോ എന്റെ നമുക്ക് ബോളൊന്നും കിട്ടുന്നില്ല എന്താ ആയിട്ടില്ല ത്രോ ആന്ന് മോനെ ഓക്കെ ഞാൻ ബോൾ ഇട്ടാണ് വിചാരിച്ചു ഇതായിരിക്കും നീ പോയാട്ടെ എന്റെ അടുത്ത് നിൽക്കണ്ട ജാസ്തിയൊന്നും അടിക്കൂല ഇതെല്ലാം ഉറപ്പായിട്ടുള്ള കാര്യ അതിലെ ഇതെന്താ കൊടുക്കുന്നത് ഏയ് അടിയടാ അല്ലാ അയ്യേ ഷമീറ വേദം ടാങ്കറെ ഒന്നുകൊടുത്താ എന്താണ് കുര്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലെയറിൻ്റെ കണ്ടിപ്പോ സ്കിൽഡ് പ്ലെയർ കണ്ട് നീ വല്ല ഇതാക്കാത്ത പോലെ ഞാൻ ഗോൾ അടിക്കുന്നില്ലെങ്കിൽ ഗോളിന്റെ ചാൻസ് ഞാൻ മിസ്സാക്കി സ്ഥിരം ഷമീറ കളിച്ചിട്ട് ഇപ്പൊ തിരുത്തി തരും 10 ചാൻസ് മിസ്സാക്കി
എടാ ഇത് ഫുൾ ഔട്ട് അടിയടാ. കളി മടുത്തടാ, കളി മടുത്ത. കളി മടുക്കുന്ന അങ്ങനെ പന്ത് കിട്ടുന്നില്ല, ഗോൾ അടിക്കുന്നില്ല. ശരിയാ നിനക്ക് മടുക്കൂലല്ലോ. ഈ ഫിഫയിലൊക്കെ കളിക്കും. അത് നല്ല റങ്കാണല്ലോ. ഏത് കുര്യൻ ഇവനല്ല എങ്ങനെ അടിക്കുന്നു? ഏത് അങ്ങനൊന്നുമില്ല മോനെ. പോവാ ഒരു 5 മിനിറ്റ്. കുര്യ ലെഫ്റ്റ് ഹാൻഡ് വാ. ഓ നിർത്തിക്കൂടാ, നിർത്താം. ആ മതി. ചാർജും കഴിഞ്ഞാ ഫോണിൽ ചാർജില്ല. അപ്പൊ നമ്മള് ജയിച്ചു അല്ല. ആ അപ്പൊ ഇസാന താങ്ക് യു ഫോർ പ്ലേയിങ്. നല്ല അടിപൊളി കളിയായിരുന്നു. ചെക്കുള്ളതുകൊണ്ട് നമ്മൾ 3-3 ഇതാ റിയൽ ഗോട്ട്. റിയൽ ഗോട്ട് ഇതാണ് റിയൽ ഗോട്ട്. ഇവനെ നിങ്ങൾ റിയൽ ഗോട്ട് എന്ന് പറഞ്ഞേ. ഒരു ഗോൾ പോലും മേടിച്ചില്ല. പെനാൽറ്റി കളിക്കാം. പെനാൽറ്റി ഒരു ഷൂട്ട് ഔട്ടിൽ കളി. റിയൽ ഗോട്ടല്ല, ഇത് റിയൽ പന്നി. റിയൽ ഗോട്ടിനെ പറ്റി റിയൽ ഗോട്ടാ. നല്ല കളി. പിന്നെ പെട്ടെന്നോ എടാ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട്. ഓക്കെ എടാ ഇപ്പൊ ടൈ ആയിട്ടുണ്ട്, കളി ടൈ ആയിട്ടുണ്ട്. ചാറ്റിൽ എല്ലാവരും പെനാൽറ്റി എന്ന് സ്പാം ചെയ്യുന്നുണ്ട്. എത്ര ചാർജ് ഉണ്ട്? എത്ര സമയം 7%. ഒരു പെനാൽറ്റിക്കുള്ള ചാർജ് ഉണ്ട്. പെട്ടെന്ന് ആയിക്കോട്ടെ. എടാ ചാർജ് ഇപ്പൊ തീരും. പെട്ടെന്ന് പെനാൽറ്റി അടിക്കും. പെനാൽറ്റി മോനെ ചാർജ് ഇപ്പൊ തീരും. 5 മിനിറ്റ് 10 മിനിറ്റ് ചാർജ് വെക്കും. ഷൂട്ട് ഔട്ട് പെട്ടെന്ന്. ഷൂട്ടൗട്ട് തപ്പെടുന്ന എവിടെ ഇത്രയൊന്നുമില്ല. ഇത്ര അടുത്തുന്നാ ശരിക്കും പൈസിന്റെ പോസ്റ്റിന്റെ കുറച്ച് ബാക്കെന്ന് വെച്ചാ പോരെ. ഇതേലും വെക്കടാ, ചെറിയ പോസ്റ്റല്ലേ ഇത് വെക്കാൻ. ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ വെക്കാം കുഴപ്പമില്ല. ഇവിടെ വെക്കാം. ബാ നിങ്ങളുടെ ടീം അപ്പുറത്ത് പോവാ. നിങ്ങളുടെ ടീം പോവാ. എടാ മുത്ത ഒന്ന് പെനാൽറ്റി ഷൂട്ട് ഔട്ട്. 5 മിനിറ്റ് ഗൈസ്. 5 മിനിറ്റ്. ബാ ഞാനോ ഞാൻ വേറെ നമ്മളെ ടീമിങ്ങോ. കുര്യവാ. നീ നമ്മളെ ടീമാണ്. അല്ലല്ല കുര്യ നമ്മളെ ടീം. നീ ഗോളിക്കാന്ന്. നിക്ക് നീ ഗോളിന്നാലും ശരിയാവും. ഒരു മിനിറ്റ് ഇപ്പൊ തരും. ഞാൻ 5 മിനിറ്റ് ഷെയ്ക്കടിച്ചോ. ഓക്കെ ഗൈസ്. സമ്മർദ്ദമില്ലാത്ത പെനാൽറ്റി ഷൂട്ട് ഔട്ട്. റെഡി. 3-3 സ്കോർ. 3-3 പെനാൽറ്റിയിൽ ജയിക്കുന്നവർ ജയിക്കും. എത്ര അടിയാ? 5 അടി. അടിച്ചോ ബാ. PP ഉണ്ടോ? PP അടി ആദ്യം മമ്മു അടിക്കട്ടെ. ഗോളി ഓന് പെട്ടെന്ന് അടി. വേണം നിക്ക് സമയമില്ല. ബാ റെഡി. അടിച്ചോ. ഇനി നമ്മള് മാറ്. നീ മാറ്. ഞാൻ ഇവിടെയല്ല. മമ്മു ലാസ്റ്റ് നീ അടിക്കാം. ആദ്യം നീ അടിക്കും. അല്ലെങ്കിൽ കുര്യ ലാസ്റ്റ് അടിക്കും. അതില് ജാസി അടിക്കും. റാമ്പോ അടിക്കുന്ന. റാമ്പോ ആദ്യം അടിക്കും. റെഡി. അടിക്കട്ടെ. വാ എന്തൊരു ഒന്ന് അടുത്ത ഞാന് ഇവന്റെ മുഖം കാണുമ്പോ വേറെന്തല്ലോ തോന്നുന്നു. മാറ്. എടാ എല്ലാരും ഒന്ന് ആവേശാക്കിയ. പിന്നെ
ഇനി ഞാൻ അടിക്കാം. എന്നാ ഞാൻ അടിക്കാം. മാറ്. ഷമീർ അടിച്ചിട്ട് പിന്നെ നമ്മൾ അടിച്ചില്ലെങ്കിൽ മമ്മു ആണ് ഗോളിക്കുന്നത്. നീ അടിച്ചിട്ടെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. ഒന്ന് ആവേശം കൂടെ. ആവേശം വേണ്ട. നാറും. ഏത് ഭാഗത്തേക്ക് അടിക്കും? ഏത് ഭാഗത്തേക്ക് അടിച്ചാലും ബോള് പോവും. മമ്മുവാ നിക്കുന്നേ. നിലത്ത് എന്താടാ എടുത്താ നല്ലത്. എടുത്താ എവിടെ? എടാ ഒന്ന് മാറ്. പവർ കുറച്ച് കൂടുതലോ. മാറ്. എത്ര 2 ചാൻസാവാ ബറടി. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഗോൾ അടിച്ചു. നാടിന്റെ മുത്തുമണി ഇതാ. മലപ്പുറത്തിന്റെ മുത്തും സ്വത്തുമായ നാടിന്റെ പേരെന്താ? MA കോളേജോ? പാലോളിപ്പുറമിന്റെ മുത്തുമണി സിനാനിതാ. മഞ്ചേരിയുടെ റെഡി. റാംബോ മാനങ്ങാക്ക്. ഒന്ന് പോടാ. അതൊന്ന് പിടിച്ചൂടെ? നീ അടിക്കും. എത്ര ആദ്യത്തെ ഒരു ഗോൾ വെച്ച് പുറത്തേക്ക് അടിച്ചു. പെട്ടെന്ന് മോനെ ലൈവ് ഇപ്പൊ ഓഫ് ആവും. 2% ചാർജ് ഉള്ളൂ. 5%. 5 നിൽക്കുന്നു. അപ്പൊ നമ്മളെ ഇസാൻ മലപ്പുറത്തിന്റെ അതിഗംഭീരമായ സ്കോർ പറ. ഇനി എത്ര ആൾ അടിക്കാണ്ട്? 3-2. എന്താ പ്രശ്നം? കൊറേ ആളുകളപ്പോ അതില് ഗോൾ അടിക്കാൻ നാണോ? ഒരു പേടി റൊണാൾഡോന്റെ ടീമാണ്. അടിക്കണം. ഇവിടെ എല്ലാരും ഇപ്പൊ തീരും. ഈ മൊണ്ണാലും നിന്നിട്ട് എന്ത് കാര്യം? ലാസ്റ്റ് നമ്മള് ലാസ്റ്റ് പ്ലെയറാ. ഞാൻ അടിച്ചു കഴിഞ്ഞു. നമ്മളെ ജാസി അടിക്കട്ടെ. കുര്യനെ നമ്മളെ കളി ജയിപ്പിക്കാം. ഇല്ല ഓക്കെ റെഡി. അടിച്ചോ. ഇതെന്താ? എങ്ങനെ? അല്ല ഇത് കാര്യം പറ. എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഇനി നിങ്ങളൊരു ചാൻസ് നമ്മളൊരു ചാൻസ് കൂടി അല്ല. അതില് ഇത് സേവ് ചെയ്താൽ നമ്മള് ജയിച്ചു. ഓക്കെ റെഡി. സേവ് ചെയ്യണ അല്ല ഞാൻ നിക്കണ ഗോളി ആമ്പോ കേറി കുര്യ കളി ജയിപ്പിക്കേ. മമ്മോ ഓക്കെ ഗൈസ് ലാസ്റ്റ് ലാസ്റ്റ് ചാൻസ് ഗൈസ്. എല്ലാ പെനാൽറ്റി കഴിഞ്ഞാൽ ഇനി കുര്യാക്കോസ് അടിക്കണം. കുര്യാക്കോസ് ഇത് അടിച്ചുള്ളി കയറ്റി നമ്മള് ജയിച്ച്. അവര് സേവ് ചെയ്ത് അവര് ജയിച്ചു. അങ്ങനല്ല ഓക്കെ റെഡി. കൊരിയൻ എന്നാലും നമ്മളെ ടാങ്കർ മമ്മന്റെ നടുപ്പുറം നമ്മളെ സഹായിച്ചടാ. ലാസ്റ്റ് ചാൻസ് ഓരോ ഒറ്റ ഷോട്ട് ഉണ്ടാവും ഓരോരുത്തർക്ക്. ആരാ അടിക്കണത്? അത് നിങ്ങളെ കുര്യൻ നമ്മളത് അടിക്കുന്നു. നീ അടിക്കുന്നു. ഓക്കെ ഇസാൻ അടിക്കും നമ്മളെ ടീം. നിങ്ങളാരാ? ഞാൻ അടിക്കും. ഓക്കെ
റാംബോ നിക്കാ, റാംബോ നിക്കടാ, എടാ കളിന്റെ ഇടക്ക്. ഓക്കെ, ലാസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ ഓരോ ടീമിൽ നിന്ന് ഒരാളെ അടിക്കും. ഓക്കെ, വാടാ നിസാന, അതായത് എങ്ങനെയാ മമ്മു ഇത് സേവ് ചെയ്താല് ഞങ്ങൾ ജയിച്ചു. മമ്മു സേവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജയിച്ചു. അങ്ങനെ എപ്പോഴും സമനില്ല. ഞങ്ങൾ ഗോൾ അടിച്ചു. ഇനിയിപ്പം ഗോൾ തന്നെ ഇതാണ് നിങ്ങൾക്ക്. പിന്നെ എങ്ങനെ അങ്ങനെ തന്നെടാ. എടാ അടിച്ചു കയറടാ. ആ കയറി. ഇനി ടോസ് ഇടണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചോണ്ടേ നിൽക്കണം. അടിച്ചോണ്ടിരിക്കാൻ നമുക്ക് കുഴപ്പമില്ല. മിസ്സാകുന്ന ആള് നോക്കട്ടെ, മിസ്സാകുന്ന ആള് നോക്കട്ടെ. അല്ല ടോസ് ഇടറോ, കോയിനുണ്ടോ? എന്നാ ടോസാ, ടോസാണല്ലേ മറ്റങ്ങനെ അടിച്ചോണ്ട്. ഇത് ബെറ്റൊന്നും നമ്മൾ വെച്ചിട്ടില്ല, ബെറ്റൊന്നും വെച്ചില്ല. ഓക്കെ, ഒരടിയും കൂടി, ഒരടിയും കൂടി. ഇത് ഇതിന്റെ ടോസ് ആരടിക്കുന്നത്? നമ്മൾ ഓക്കെ, ഗോളി മാറിക്കുവാണെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം സെമീർ അടിച്ചോ. റാംബോ ആ പിന്നെ അതിനെന്താ അടിയടാ. മാറ് 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 മമ്മ മാറ്. കുര്യാ കുര്യ സേവ. ഇത് കഴിഞ്ഞാൽ എന്താ മേടിച്ചു തരാം ഫുഡ് പ്ലീസ്. എന്താ ചീറ്റിംഗ് അല്ലേ? സ്ട്രാറ്റജി സ്ട്രാറ്റജി. ബോളാ 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 ബോളാ. നീ അടിക്കുന്നോ? ഇതൊന്നും തീരട്ടെ. അങ്ങനൊന്നുമില്ല, അങ്ങനെ ഞാൻ അടിക്കാന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഞാൻ അടിക്കാന്ന്. അതായത് ഇത് ഞാൻ അടിച്ച് കയറ്റി നമ്മള് ജയിച്ചോ. പിന്നെന്തിനാ കളിക്കുന്നത്? ടോസ് ഇടാന്ന് പറഞ്ഞ ഇത് അടിക്കണ്ടാലും. എന്നാ ഇത് അടിച്ചിട്ട് ടോസ് ഇടാം. ഓ അവര് തടുത്താ അവര് ജയിക്കോ. ശരിക്കാ ഇവൻ പൊട്ടനാ. സുഖല്ല. നീ ഇങ്ങനെ ചൂണ്ടിക്കാണിട്ട് പറയല്ല. ആണോ? ഏയ് അല്ല ആ സൈഡൊക്കെ ഞാൻ അടിക്കുന്നത്. പറ്റുമെങ്കിൽ തടുക്കടാ. മണ്ടനായി മറ്റേ സൈഡ് മറ്റേ സൈഡ്. ടോസ് 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 ടോസ്. കോയന്താ കോയന്താ കോയിന് കോയിന്. പറഞ്ഞോ ഏതാ ഹെഡ് ഏതാ ടൈല് ഇപ്പോഴേ ഒന്ന് ധാരണാക്ക്. ഇത് ടൈല്, ഹെഡ്. ഇത് ടൈല്. ഞാൻ ഹെഡ് വിളിക്കാം. അല്ല അല്ല ആരാ വിളിക്കണ്ടേ? നിങ്ങളെ വിളിച്ചോ? ഹെഡല്ല ടൈൽസ്. അല്ലല്ല എയർന്ന് വിളിച്ചാൽ മതി, എയർന്ന് വിളിച്ചാൽ മതി, എയർന്ന് വിളിച്ചാൽ മതി. ഓക്കെ ഇതായതാ. ഹെഡ് വിളിച്ചോ. ഓക്കെ റെഡി. ഹെഡോ ടൈല് നമ്മള് ബെറ്റ് വെച്ചാ മതിയായിരുന്നല്ല. നമ്മള് ജയിച്ചു. ഞാൻ ടൈല് പറഞ്ഞു. ഷെയ്ക്കാ നിങ്ങളെ ക്യാപ്റ്റൻ. നിങ്ങളെ ക്യാപ്റ്റൻ പറഞ്ഞ ഏതാ? അതാ 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 സംഭവം. അതാ സംഭവം. എടാ റാംബോ ആര് ആ നമ്മള് കൊറേ ലേറ്റ് ആയോ? എടാ ചാർജ് എത്ര ഉണ്ട്? ചാർജ് ചാർജ് അയ്യോ ഗൈസ് 2% ചാർജ് ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മള് എടാ എന്റെ ഫോൺ എന്റെ ചെരുപ്പ് ഒരു മിനിറ്റ് താങ്ക്സ് ടാ. അടിപൊളി കളിയായിരുന്നു. പെട്ടെന്ന്
എടുക്കണം. കോളേജിൽ നിന്ന് ലൈവ് കണ്ടിട്ട് അവിടെ നിന്ന് പോകണം. എടാ എല്ലാരും എല്ലാരും ഞങ്ങളെ ക്ലാസ് ഒന്ന് താവണം, കുറച്ച് താവണം. നില കിട്ടും. ഒന്നിരിക്കണം. ആ ഫോൺ ഓക്കെ, കുഴപ്പമില്ല, എടുത്തോട്ടെ. അതാ നീലക്കുപ്പായ അവിടെ ബാഗ് നോക്കിക്കണ്ടോ. സെറ്റല്ല അവറാ ഓക്കെ അല്ലേ? വീട്ടിൽ നിന്ന് വരച്ചതാ. അപ്പൊ ഓക്കെ ബ്രോ, താങ്ക് യു ബൈ ഗൈസ്. ഇതാ ഇത് ചെക്കൻ വരച്ചെന്ന് ഫോട്ടോ വീട്ടിൽ നിന്ന് വരച്ച താങ്ക് യു. അത് നിങ്ങളെയാ മോഡിഫിക്കേഷൻ സീന് എടുത്ത മോനെ, ഞാൻ എടുത്ത ഒറ്റ സെക്കൻഡ് ഇടാ, ഇന്ന് എടുത്തോളൂ. എടാ എന്റെ IRL ഓഫായ, എന്റെ ഫോൺ ഓഫായ. ആൽബിനെ ഫോൺ ഓഫായ. ഇങ്ങോട്ടെന്താ എങ്ങനാ? അല്ല ശരി, പുറത്തേക്കുള്ള വഴി ഇങ്ങനെയാ. അപ്പൊ ബൈ ഗൈസ്, താങ്ക് യു, ബൈ ഗൈസ്. എന്റെ ഫോണാണ്. ചെരുപ്പിടാൻ പറ്റുമോ? സോപ്പി ഫുട്ബോള് എങ്ങനെ പുറത്തേക്ക്? IRL ക്യാമറമാൻ, IRL പോയേട്ടാ, IRL ഇല്ല. ബാഗ് ആയിരുന്നാ? ആ എടുത്തോട്ടെ.